അങ്ങനെയൊക്കെ തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹലോ ഗായ്സ്, ഇറ്റ്സ് ക്രേസി വം. നമുക്കിന്ന് സ്റ്റാൻഡേർഡ് 9 SS2 7th ചാപ്റ്റർ പഠിക്കാം. മണലാരണ്യത്തിലൂടെ നമ്മുടെ ജോഗ്രഫിയുടെ ചാപ്റ്ററാണ്. നമ്മൾ കുറേയൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഏതുവരെ പഠിച്ചു? നമ്മൾ ആദ്യം ഉത്തരപർവ്വത മേഖല പഠിച്ചു, പിന്നെ ഉത്തര മഹാസമതലം പഠിച്ചു, ഉപദ്വീപീയ പീഠഭൂമി പഠിച്ചു. അടുത്ത ഇനി മണലാരണ്യങ്ങൾ അഥവാ മരുപ്രദേശങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് പോവും? തീരസമതലങ്ങളിലേക്ക് പോകും. അത് അത്രയും കൂടെ ആകുമ്പോഴത്തേക്ക് എന്താവും? ജോഗ്രഫി കംപ്ലീറ്റ് ആവും. ഓക്കെ, ജോഗ്രഫി ടോട്ടൽ 8 ചാപ്റ്ററാണുള്ളത്. ഇത് 7ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. ഓക്കെ, പാർട്ട് 1 നമ്മൾ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട്, അതായത് ഭൂപ്രകൃതി കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്നുകൂടെ ഒന്ന് പറയും. അതായത് ഒരു ലോങ് വീഡിയോ ആയിരിക്കും. ഫസ്റ്റ് പറഞ്ഞ ആദ്യത്തെ ഉത്തരപർവ്വത മേഖല തൊട്ട് ഈ പറയുന്ന തീരസമതലം വരെയുള്ള ഡേറ്റാസ് മീൻസ് ചാപ്റ്റേഴ്സിനെ ഒന്നിച്ച് ഒന്ന് പറഞ്ഞു പോകുന്ന ഒരു വീഡിയോ കൂടെ ആഡ് ചെയ്യും. കാര്യം ഒന്നുകൂടെ ഒന്ന് റിവിഷൻ നടക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്കൊക്കെ എന്താണ് എക്സാമിൻ്റെയൊക്കെ ഹാൾ ടിക്കറ്റൊക്കെ വന്ന് കാണുമല്ലോ അല്ലേ? ഏതോ ഒരെണ്ണത്തിൻ്റെ ഫസ്റ്റ് ഫേസ് 10ാം തീയതി എങ്ങാണ്ടാണ്. അത് വന്നിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ഇതിന് മുമ്പത്തെ ചാപ്റ്റർ എന്തുവായിരുന്നടേ? മീൻസ് നമുക്ക് ഇതിന് മുമ്പത്തെ ചാപ്റ്റർ നമ്മൾ എന്തുകൊണ്ട് പഠിച്ചത് ഓർമ്മയുണ്ടോ? സോഷ്യൽ സയൻസിൽ SS2 ടെക്സ്റ്റിൽ ഇതിന് മുമ്പത്തെ ചാപ്റ്റർ 6ാമത്തെ ചാപ്റ്റർ ഓർമ്മയുണ്ടായിരുന്ന അത് വിപണിയെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ? വിപണിയെ പറ്റിയാണ് ആ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ലാസ്റ്റ് ആ പാർട്ട് വീഡിയോയ്ക്കകത്ത് എന്താണ് പറഞ്ഞ് എൻഡ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം നമ്മൾ അതിൻ്റെ 2ാമത്തെ പാർട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉൽപാദകരും അതുപോലെ തന്നെ ഉപഭോക്താക്കളും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയായിരുന്നു. എന്തുവാണ് ഇവർ തമ്മിലുള്ളത്? ഉൽപാദകർ എന്താണ് തരുന്നത്? സാധനങ്ങളാണ് തരുന്നത്. ആ സാധനങ്ങൾക്കുള്ള വില ആര് കൊടുക്കും? ഉപഭോക്താക്കൾ അങ്ങോട്ട് കൊടുത്തായിരിക്കും വാങ്ങിക്കുന്നത്. ഇനി ഉപഭോക്താക്കൾ എന്ത് സേവനമാണ് ഉൽപാദന പ്രക്രിയയിൽ നൽകുന്നത്? അവർ തൊഴിലാണ് നൽകുന്നത്. അതിന് പകരമായിട്ട് അവർക്ക് എന്ത് ലഭിക്കും? അവർക്ക് വേതനം ലഭിക്കുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ വിപണി എന്താണെന്ന് പറഞ്ഞു. വിപണി എന്താണ്? വിപണനം എന്താണ്? അതായത് ഇത്തരം ഉൽപാദന പ്രക്രിയയിലൂടെ ഉണ്ടാക്കുന്ന വസ്തു ഉപഭോക്താക്കളുടെ കയ്യിൽ എത്തുന്ന ആ പ്രോസസ്സിനെ വിപണനം എന്ന് പറയുന്നു. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഈ വിപണി എന്ന് പറയുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ച വേറൊരു പുതിയ വാക്ക് പഠിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? ചോദനം. എന്തുവായിരുന്നു ചോദനം? ഞാൻ പറഞ്ഞതാണ്. നമ്മൾ ആ വാക്കുകൾ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. പുതിയ വാക്കുകളാണ്. എന്തായിരുന്നു ചോദനം? ഓർമ്മയുണ്ടോ? ചോദനം എന്തുവായിരുന്നത്? ഡിമാൻഡ് ആണ്. ഡിമാൻഡിൻ്റെ മലയാളം പേരാണ് ചോദനം എന്ന് പറയുന്നത്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിമാൻഡ് ചോദനമാണെങ്കിൽ സപ്ലൈ എന്തായിരുന്നു? സപ്ലൈ പ്രധാനം എന്നാണ് പറയുന്നത്. ഓർമ്മയുണ്ടോ? പ്രധാനം. എന്നിട്ട് നമ്മൾ ഈ ചോദനം വെച്ചിട്ട് ഒരു ചോദന വക്രം അഥവാ ഡിമാൻഡ് കർവ് പഠിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? ആ കർവ് എങ്ങനെ ഇരിക്കൂടെ? നമ്മൾ XY ആക്സിസിൽ വരച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു കർവാണ് വരുന്നത്. ചോദന ചക്രം അഥവാ ഡിമാൻഡ് കർവ് എന്നാണ് പറയുന്നതിന്. ഓക്കെ, അതിൽ നമ്മൾ കൊടുക്കുന്നത് എന്തുവാണ്? പ്രൈസും കൊടുക്കുന്നുണ്ട്, അതുപോലെ ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നത്. അതായത് ഈ ചോദന വക്രത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, പ്രൈസ് കൂടുമ്പോൾ എന്ത് കൂടും? വാങ്ങിക്കുന്ന കൺസംഷൻ ക്വാണ്ടിറ്റി കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി കുറയുമ്പോൾ അല്ലെങ്കിൽ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ വാങ്ങിക്കുന്ന ക്വാണ്ടിറ്റി കുറയും. ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ പ്രൈസ് എന്തായിരിക്കും? അതായത് പ്രൈസ് കുറഞ്ഞ സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിക്കുന്നത്. പ്രൈസ് കൂടിയ സാധനങ്ങൾ നമ്മൾ ക്വാണ്ടിറ്റി കുറച്ച് വാങ്ങിക്കാറുള്ളൂ. അതാണ് നമ്മുടെ ഡിമാൻഡ് കർവ് അഥവാ ചോദന വക്രം എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ പഠിച്ചത് പ്രധാനത്തിൻ്റെ ഒരു കർവ് പറഞ്ഞായിരുന്നു. പ്രധാന വക്രം അഥവാ സപ്ലൈ കർവ്. സപ്ലൈ കർവ് എങ്ങനെയാണ് വന്നത്? അതിന് തിരിച്ച് ഇങ്ങനെയാണ് വന്നത്. അതായത് ഇവിടെ പ്രൈസ്, ഇവിടെ ക്വാണ്ടിറ്റി. അതായത് പ്രൈസ് കൂടുമ്പോൾ എന്തും കൂടുന്നു? ക്വാണ്ടിറ്റിയും കൂടുന്നു. സപ്ലൈയുടെ കാര്യമാണ്. ഓക്കെ, സപ്ലൈ ആണെന്ന് ഓർക്കണേ. നമ്മൾ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തുമാത്രം പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് അവൈലബിൾ ആണ്, അതൊന്നാണ് സപ്ലൈ എന്ന് പറയുന്നത്. ഓക്കെ, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആളുകൾക്ക് എന്താണോ ആ സമയത്ത് ആവശ്യമായിട്ടുള്ളത്, ആളുകൾക്ക് എന്തെല്ലാം സാധനങ്ങളാണ് ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ആവശ്യമായിട്ടുള്ളത്, അങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഈ പറയുന്ന ഡിമാൻഡായിട്ട് വരുന്നത്. ഈ ആവശ്യങ്ങൾ വെറും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആയാൽ മാത്രം പോരാ, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സ്ഥിതി കൂടി ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രൈസ് കൂടുന്നു, അതുപോലെ തന്നെ ക്വാണ്ടിറ്റിയും കൂടുന്ന ഒരു കേസാണ് ഏത്? സപ്ലൈയുടെ കേസ് വരുമ്പോഴത്തേക്ക് സപ്ലൈ കർവ് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു
സന്തുലിത വിലയുടെ കാര്യം പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? സന്തുലിത വില എന്ന് പറഞ്ഞാൽ എന്തായാലും അത് സപ്ലൈയും ഡിമാൻഡുമായിട്ട് എന്തെന്ന് കണക്ഷനാണുള്ളത്? സന്തുലിത വിലയ്ക്ക് ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആണെങ്കിൽ അതിനെ, അതായത് തുല്യമാണെങ്കിൽ, ചോദനവും പ്രധാനവും തുല്യമാണെങ്കിൽ അത്തരം ഒരവസ്ഥയാണ് നമ്മൾ സന്തുലിത വില എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് അസന്തുലിത വിലയാണെങ്കിൽ എന്താണ്? ഇത് രണ്ടും തുല്യമായിരിക്കത്തില്ല, ഒന്ന് കൂടുതലും ഒന്ന് കുറവുമായിരിക്കും, അതാണ് അവസ്ഥ. പിന്നെ നമ്മൾ വിപണന തന്ത്രങ്ങളെ പറ്റി പഠിച്ചായിരുന്നു. പിന്നെ എന്തായിരുന്നു? വില നിയന്ത്രണം, അതായത് ഈ എന്താണ് സർക്കാർ വില കൂടുതൽ എന്തുവാണ് ഈ കർഷകർക്ക് നഷ്ടം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി വില നിയന്ത്രണ മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നതെന്നും അതുമായി ബന്ധപ്പെട്ട് വില നിയന്ത്രണം നടത്തുന്നതെന്നും പറഞ്ഞൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു? ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അതായത് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഡിജിറ്റലൈസ്ഡ് വേൾഡിലാണ്. അപ്പോൾ മാർക്കറ്റിംഗ് എല്ലാം ഇപ്പോൾ എന്താണ്? ഡിജിറ്റൽ ആയിട്ടുണ്ട്. അതുമൂലം നമുക്ക് ഒരുപാട് എന്തുണ്ട്? ബെനിഫിറ്റും ഉണ്ട്, അതുപോലെ തന്നെ എന്തുവാണ്? നമുക്ക് കുറച്ച് കോൺസിക്വൻസുകൾ ഉണ്ട്. അതായത് നമ്മൾ പറ്റിക്കപ്പെടാം, പറയുന്ന ക്വാണ്ടിറ്റി, ആ സാധനത്തിൻ്റെ ക്വാളിറ്റി എല്ലാം നമുക്ക് അതിന് അഷുറൻസ് ഒന്നും ഇല്ലാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് എന്ത് ചെയ്തത്? പറഞ്ഞു നിർത്തിയത്. ഏത് ചാപ്റ്ററിൽ? നമ്മൾ കഴിഞ്ഞ് പഠിച്ച ആ വിപണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്ററിൽ നിങ്ങൾ ഒന്നുകൂടെയൊക്കെ ഒന്ന് വായിച്ചു നോക്കണം, ഓർമ്മയില്ലെങ്കിൽ. ഓക്കെ, നമുക്ക് ഇനി പഠിക്കാനുള്ളത് ജോഗ്രഫിയിലെ ചാപ്റ്ററാണ്. ഓക്കെ, നമ്മൾ കുറച്ചൊക്കെ പഠിച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത് മണലാരണ്യത്തിലൂടെ, അതായത് മരുഭൂമി പ്രദേശങ്ങളെ പറ്റിയാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? തുടങ്ങാലല്ലേ? എന്താണ് എഴുതിയിരിക്കുന്നത്? അന്തരീക്ഷമാകെ ചുമന്ന് കലങ്ങിയിരിക്കുന്നു, ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല, എങ്ങും മൂടൽ മണ്ണ് മാത്രം, മഞ്ഞല്ല മണ്ണ്. ഞങ്ങൾ ഏതാണ്ട് അരയ്ക്ക് താഴോട്ട് മണ്ണിൽ പൂർന്നു പോയിരുന്നു. അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി, നേരെ കൺമുന്നിൽ ഉണ്ടായിരുന്ന ഒരു മണ്ണുമല അവിടെ കാണാനേ ഇല്ലായിരുന്നു. പകരം ഞങ്ങൾ ഓടിയ ഇടത്ത് ഒരു വലിയ മൺമല രൂപം കൊണ്ടിരുന്നു. നമ്മുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റി വരച്ചതുപോലെ. ആടുജീവിതം ബെന്യാമിൻ, നിങ്ങൾ കണ്ടു കാണൂലേ ആടുജീവിതം? പൃഥ്വിരാജ് അഭിനയിച്ചിട്ട്, ആരായിരുന്നു സംവിധാനം? അതിൻ്റെ പേര് സംവിധാനം ചെയ്ത ആളുടെ പേര് മറന്നുപോയി. അപ്പോൾ ഇത് ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു പുള്ളിയുടെ ഒരു നോവലാണ് ആടുജീവിതം എന്ന് പറഞ്ഞ. പ്രശസ്ത സാഹിത്യകാരൻ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിലെ ഒരു ഭാഗമാണ് നിങ്ങൾ വായിച്ചത്. തൊഴിൽ തേടി മധ്യേഷ്യയിൽ എത്തുകയും പിന്നീട് ഒരു മരുഭൂമിയിൽ അകപ്പെട്ട് ദീർഘനാൾ അവിടെ താമസിക്കാൻ നിർബന്ധിതനായ ഒരു യുവാവിൻ്റെ ജീവിതമാണ് നോവലിൻ്റെ ഇതിവൃത്തം. വരണ്ടതും വിരളമായി മാത്രം സസ്യജാലങ്ങൾ വളരുന്നതും അതിവിശാലവുമായ ഇത്തരം മണലാരണ്യങ്ങൾ നിങ്ങൾ ചിത്രങ്ങളിലും വീഡിയോകളിലും കണ്ടിട്ടില്ലേ? വേറിട്ട ഒരു ആവാസ വ്യവസ്ഥ പ്രദാനം ചെയ്യുന്ന ഇത്തരം തരിശുനിലങ്ങൾ നാം താമസിക്കുന്ന ചുറ്റുപാടിൽ നിന്നും ഏറെ വ്യത്യസ്തമല്ലേ? അതായത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മരുപ്രദേശങ്ങളെ കുറിച്ചാണ്. ആടുജീവിതം കണ്ടവർക്ക് അറിയാം എന്തുവാണ് ആ ഏരിയ എങ്ങനെയാണെന്ന്. ഫുള്ള് മണലാണ്. നിങ്ങൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അവർ രക്ഷപ്പെട്ടു പോകുന്ന ആ ഒരു ഇതില്ലേ, അതിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞ ആ സമയത്തുള്ള ഡയലോഗാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ സ്ഥലത്ത് നമുക്ക് ദിശ അറിയാൻ പറ്റത്തില്ല. കാര്യം ഒരു പകല് മീൻസ് പകലാവത്തില്ലേ, അതായത് രാത്രി പുലർന്ന് പകലാകുമ്പോൾ ആദ്യം കിടന്നണക്കായിരിക്കത്തില്ല അവിടുത്തെ സ്ട്രക്ചർ കിടക്കുന്നത്. മണ്ണല്ല എന്ത് ചെയ്യും? പല ദിശയിലേക്ക് മാറിപ്പോയിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് അതിനകത്തുനിന്ന് ഏത് ദിശയിലോട്ടാണെന്ന് നടന്നെത്താൻ പറ്റത്തില്ല. അവരെപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച ആ പടത്തിനകത്ത് ഒരു നീഗ്രോ ആണ് പുള്ളിയെ വഴി കാട്ടുന്നത്. അപ്പോൾ ആ പുള്ളി സൂര്യനെ നോക്കിയാണ് നടക്കാൻ പറയുന്നത്. ഓക്കെ, അതായത് സൂര്യൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ മുമ്പോട്ടാണ്. അല്ലാതെ ഭൂമി ആ മരുപ്രദേശത്തിൻ്റെ ജോഗ്രഫിക്കലൊന്നും വെച്ചിട്ടല്ല അവരെന്ത് ചെയ്യുന്നത് പോകുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, നമുക്കൊരു എൻഡിലോട്ട് എത്താൻ പറ്റത്തില്ല. അതുവേണ്ടി അവർ എന്തുവാണ് അപ്പോൾ ദിശാമാർഗത്തിന് വേണ്ടി സൂര്യനെയും നക്ഷത്രങ്ങളെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന മരുഭൂമി പ്രദേശത്ത് താമസിക്കുന്നവർ ഇതാക്കുന്നത്. അപ്പോൾ ഈ പടം ഇറങ്ങിയതിന് ശേഷം അവർ പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ മരുഭൂമിക്കകത്ത് ദിശ തെറ്റി പോയവർക്ക് ദിശ കാണിക്കാൻ വേണ്ടിയിട്ട് എന്തോ ലൈറ്റിംഗ് സംവിധാനം എന്തോ വെക്കുന്നുണ്ടെന്നും പറഞ്ഞൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, നമുക്കപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ മരുഭൂമിയെ പറ്റിയാണ് ഈ ചാപ്റ്റർ പഠിക്കാൻ പോകുന്നത്. വായിച്ചു നോക്കാം. ഒന്നുകൂടെ പറയാം എന്തോ പറഞ്ഞേക്കുന്നത്. ഇവിടെ ഇപ്പം മധ്യേഷ്യയിലെത്തിയ, അതായത് മധ്യേഷ്യയിലാണ് ഈ പറയുന്ന കഥ നടക്കുന്നത്, നമ്മുടെ ഈ ആടുജീവിതം. അപ്പോൾ അവിടെ മരുപ്രദേശത്ത് അകപ്പെട്ടു പോയിട്ടുള്ള ഒരാളുടെ കഥയാണ് പറഞ്ഞേക്കുന്നത്. നജീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ബെന്യാമിൻ എഴുതിയ നോവലാണ് ആടുജീവിതം എന്ന് പറയുന്നത്. വരണ്ടതും ആ പ്രദേശത്തെ പറ്റിയാണ് ഇനി പറയുന്നത്. വരണ്ടതും വിരളമായി മാത്രം സസ്യജാലങ്ങൾ വളരുന്നതും അതിവിശാലവുമായ ഇത്തരം മണലാരണ്യങ്ങൾ,
ആ മണലാരണ്യങ്ങളെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഇത്തരം മരുഭൂമികളെ വേറിട്ട് നിർത്തുന്ന സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് എഴുതി നോക്കുക. എന്തൊക്കെയാണ്? മരുഭൂമിയും ഒരു സാധാരണ ഉള്ള പ്രദേശവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പഠിച്ച പ്രദേശങ്ങളെ വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയാലും മതി. നമ്മൾ നേരത്തെ പഠിച്ചത് പർവ്വത മേഖലകൾ പഠിച്ചു, സമതല പ്രദേശം പഠിച്ചു, അതുപോലെ തന്നെ പീഠഭൂമികൾ പറഞ്ഞു. ഓക്കെ, ഇവിടെ എന്താണ്? അവിടെ അതുപോലെയുള്ള ഒരു ആർദ്രമായിട്ടുള്ളൊരു കാലാവസ്ഥയാണോ? അല്ലല്ലോ, വരണ്ട കാലാവസ്ഥയാണ് പൊതുവേ എന്ത് ചെയ്യുന്നത് മരുഭൂമി പ്രദേശത്ത് അനുഭവപ്പെടുന്നത്. ആ മണ്ണിൽ ഈർപ്പം ഉണ്ടോ? ഇല്ല. ഈ മണ്ണിൽ ഈർപ്പമുള്ളൊരു മണ്ണല്ല ആ പ്രദേശത്തുള്ളത്. വരണ്ട കാലാവസ്ഥയാണ്. താപനില പൊതുവെ എന്താണ്? കൂടുതലാണ്. ഒരുപാട് സസ്യജാലങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ആ പ്രദേശത്ത് വളരുന്നില്ല. കാര്യം സസ്യജാലങ്ങൾക്ക് എല്ലാത്തിനും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അത്രയും ചൂടായിട്ടുള്ളൊരു കാലാവസ്ഥയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വളരാൻ പറ്റത്തില്ല. ആ സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയല്ല. പിന്നെ ജനജീവിതം എന്ത് ചെയ്യത്തില്ല, ഒരുപാട് ജനങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, തിങ്ങിപ്പാർക്കുന്നവരെ ഒരു പ്രദേശം ആയിരിക്കത്തില്ല ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. അതുപോലെ ജീവജാലങ്ങൾ, എല്ലാ തരത്തിലുള്ള ജീവജാലങ്ങൾക്കും അവിടെ ജീവിക്കാൻ പറ്റൂടെ? സാധാരണ നമ്മൾ കൂടുതലായിട്ട് മരുഭൂമി കാണപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? ഒട്ടകങ്ങളാണ്. ആ ഒരു കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ശരീരപ്രകൃതി ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഒട്ടകങ്ങൾ അവിടെ ജീവിക്കുന്നത്. പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ സാധാരണ പ്രദേശങ്ങളും മരുപ്രദേശവുമായിട്ടുള്ള വ്യത്യാസങ്ങളിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താണ് മരുഭൂമികൾ? നമുക്ക് നോക്കാം. 25 സെൻറ്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പൊതുവെ മരുഭൂമികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ താഴെയാണ്? 25 സെൻറ്റിമീറ്ററിന് താഴെ വാർഷിക മഴയാണ്, ഒരു മാസത്തെ മഴയല്ല, ഒരു വർഷം എത്ര സെൻറ്റിമീറ്റർ താഴെ മഴ ലഭിക്കുന്നുള്ളൂ? 25 സെൻറ്റിമീറ്റർ താഴെ എന്ത് ചെയ്യുന്നുള്ളൂ, മഴ ലഭിക്കുന്നുള്ളൂ എങ്കിൽ ആ പ്രദേശങ്ങൾ എന്താണ്, മരുഭൂമികൾ എന്ന് വിളിക്കുന്നു. എല്ലാ മരുഭൂമികളും ഒരേ സ്വഭാവം പുലർത്തുന്നവയാണോ? ചിത്രങ്ങൾ കണ്ടോ? രണ്ട് തരത്തിലുള്ള മരുഭൂമി പ്രദേശങ്ങളാണുള്ളത്. ഒന്ന് ശീത മരുഭൂമിയും ഒന്ന് ഉഷ്ണ മരുഭൂമിയും. നിങ്ങൾ കണ്ടിട്ടുണ്ടോടെ? ഇത് കണ്ടു കാണുമല്ലോ, മറ്റേ ആടുജീവിതത്തിനകത്ത് ഇങ്ങനത്തെ ഇതാണ് കാണിക്കുന്നത്. ശീത മരുഭൂമി കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ? ശീത മരുഭൂമികൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഇങ്ങോട്ട് വരുമ്പോൾ എന്താണെന്നുള്ളത്. ചിത്രങ്ങളിൽ നൽകിയിട്ടുള്ളത് രണ്ട് പ്രദേശങ്ങളും മരുഭൂമികളാണ്. ഏതൊക്കെയാണ് മരുഭൂമികൾ? അപ്പോൾ പൊതുവായിട്ട് രണ്ട് തരമുണ്ട്. മരുഭൂമികൾ രണ്ട് തരത്തിലുണ്ട്. മരുഭൂമികളുടെ പ്രത്യേകത എന്താണ്? വാർഷിക വർഷപാതം എത്രയാണ്? 25 സെൻറ്റിമീറ്ററിൽ താഴെ അല്ലെങ്കിൽ 25 സെൻറ്റിമീറ്ററിൽ താഴെ മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്, മരുഭൂമികൾ എന്ന് പറയുന്നത്. ഇവ പൊതുവെ രണ്ട് തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ശീത മരുഭൂമികളും അതുപോലെ എന്താണ്, ഉഷ്ണ മരുഭൂമികളും. ഓക്കെ അല്ലേ? ഇനി ധ്രുവപ്രദേശങ്ങളിലും മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ മഞ്ഞ് മൂടി കിടക്കുന്ന കൊടും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് എന്ത്, ശീതമരുഭൂമികൾ. അപ്പോൾ എന്താണ് ശീതമരുഭൂമികൾ? ധ്രുവപ്രദേശങ്ങളിലും അതുപോലെ തന്നെ മിതശീതോഷ്ണ പ്രദേശങ്ങളിലെ പർവ്വതങ്ങളിലും ഉയർന്ന പീഠഭൂമികളിലും വർഷം മുഴുവൻ എന്ത് ചെയ്യുന്നു, മഞ്ഞ് മൂടി കിടക്കുന്നു. അതുപോലെ തന്നെ കൊടും തണുപ്പും അനുഭവപ്പെടുന്നു. ഇത്തരം പ്രദേശങ്ങളിലാണ് എന്തെന്ന് പറയുന്നത്, ശീത മരുഭൂമികൾ എന്ന് പറയുന്നത്, കോൾഡ് ഡെസേർട്ട്. ഓക്കെ, ഇനി ഒരു അറ്റ്ലസിന്റെ സഹായത്തോടെ ലോകത്തെ പ്രധാന ശീത മരുഭൂമികൾ ഏതെല്ലാമെന്ന് കണ്ടെത്തി അവയുടെ സ്ഥാനം മനസ്സിലാക്കാം. ഞാൻ എവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ശീത മരുഭൂമി കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? അതായത് എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ അവിടെ തണുപ്പ് വളരെയധികം തണുപ്പാണ്. എവിടെയൊക്കെയാണ് വരുന്നത് ഈ പറയുന്ന ശീതമരുഭൂമികൾ? ധ്രുവപ്രദേശങ്ങളിലും വരുന്നുണ്ട്, മിതശീതോഷ്ണ പ്രദേശങ്ങളിലും വരുന്നുണ്ട്, അവിടെയുള്ള പർവ്വത പ്രദേശങ്ങളിലും അതുപോലെ ഉയർന്ന പീഠഭൂമികളിലും എന്ത് ചെയ്യുന്നു, മുഴുവൻ വർഷം മുഴുവൻ എന്താണ്, മഞ്ഞ് മൂടിക്കിടക്കുകയും കൊടും തണുപ്പ് അനുഭവപ്പെടുകയും ചെയ്യുന്ന പ്രദേശങ്ങളുണ്ട് എങ്കിൽ അത്തരം പ്രദേശങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും, ശീതമരുഭൂമികൾ എന്ന് വിളിക്കും. ഓക്കെ, ഇനി നമുക്ക് അറ്റ്ലസിനകത്ത് പോയി നോക്കാം. അറ്റ്ലസിനകത്ത് ഡെസേർട്ട് മാപ്പ് ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയൊരു മാപ്പാണ്. അതിനകത്ത് കണ്ടോ, സബ് ട്രോപ്പിക്കൽ ഡെസേർട്ട് ഉണ്ട്, അതേപോലെ കോൾഡ് വിൻ്ററും അതുപോലെ തന്നെ കൂൾ കോസ്റ്റൽ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതായത് തണുത്ത മരുഭൂമി പ്രദേശങ്ങൾ എഴുതിയിട്ടുണ്ട്, അതുപോലെ എന്താണ് അല്ലാതെ ഉള്ളത് മരുപ്രദേശങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഏതൊക്കെയുണ്ട്? ഇവിടെ ഇന്ത്യക്കകത്ത് താർ എഴുതിയിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഈ ഭാഗത്ത് എന്താ എഴുതിയിട്ടുണ്ട്, മറ്റേ റുബ് അൽ ഖാലി എന്ന് പറഞ്ഞൊരെണ്ണം എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ സഹാറ എഴുതിയിട്ടുണ്ട്, ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ളതാണ്. പിന്നെ അതിനകത്ത് തന്നെ കുഞ്ഞു ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ആസ്ട്രേലിയക്കകത്ത് ഒരു ഗ്രേറ്റ് സാൻഡി എന്നും പറഞ്ഞൊരെണ്ണം എഴുതിയിട്ടുണ്ട്. അടുത്ത ഗിബ്സൺ ഉണ്ട്, ഗ്രേറ്റ് വിക്ടോറിയ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, സിംസൺ ഉണ്ട്. അതൊക്കെ എന്താണ്? അതൊക്കെ ഉഷ്ണമരുഭൂമികളാണ്. ഇതാണ് എന്താണ്
മഞ്ഞ കളറിലേ കൊടുത്തേക്കുന്നത്, ആസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലുള്ളതാണ്. പിന്നെ ഇവിടെ സൗത്ത് അമേരിക്കയ്ക്കകത്ത് ഏതൊക്കെയാണ്, അറ്റക്കാമ എന്ന് പറഞ്ഞിട്ട് കൂൾ കോസ്റ്റൽ എന്നാണ് എഴുതിയിരിക്കുന്നത്, അതായത് തീര പ്രദേശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതുമായിട്ട് ചേർന്നിട്ടുള്ളത് മരുപ്രദേശമാണ്. പിന്നെ എന്താണ്, സെച്ചുവറ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്, പാറ്റഗോണിയ, ഈ ഐ എന്ന് തോന്നുന്നത്, പാറ്റഗോണിയ എന്ന് പറഞ്ഞാണ് എഴുതിയേക്കുന്നത്, കോൾഡ് ഡെസേർട്ടാണ്. പിന്നെ ഗ്രേറ്റ് ബേസിൻ ഡെസേർട്ട് എന്ന് പറഞ്ഞ് നോർത്ത് അമേരിക്കക്കകത്തൊന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അവിടെ എന്താണ് അല്ലാത്തതും ഉണ്ട്, എന്തുവാണ് മീൻസ് നമ്മുടെ ഉഷ്ണമേഖല മരുഭൂമിയും ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേടെ. കൂടുതൽ കിടക്കുന്നത് നമ്മുടെ എവിടെയാണ്, ആഫ്രിക്കൻ വൻകരയ്ക്കകത്താണ് കുറച്ച് ഏരിയ കൂടുതലായിട്ടുള്ളത്, ഡെസേർട്ട് ഉള്ളത്. കലഹാരി ഇതാണ് കിടക്കുന്നുണ്ട്, അതുണ്ട്. പിന്നെ നമീബ് എന്ന് പറഞ്ഞൊരെണ്ണം എഴുതിയിട്ടുണ്ട്. ഓക്കെ, വേണമെങ്കിൽ ഒന്നുകൂടെ തപ്പി നോക്കാം, പേരുകളായിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ അടുത്തത് ഇവിടെ ചോപ്പ് കളർ ആയതുകൊണ്ട് ഇത് എന്താണ്, ഹോട്ട് ഡെസേർട്ടാണ്, അഥവാ മറ്റേ മരുഭൂമി പ്രദേശങ്ങളാണ്. മറ്റേത് തണുത്ത ശീത മരുഭൂമി പ്രദേശങ്ങൾ. ഇത് സഹാറയുണ്ട്, അറേബ്യൻ ഉണ്ട്, താറുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആസ്ട്രേലിയയുടെ കാര്യം. പിന്നെ നമീബുണ്ട്, കലഹാരി എന്ന് പറയുന്നത് ഇതാണ്, എന്താണ്, ഹോട്ടാണ്. ഞാനിവിടെ പറഞ്ഞ അന്റാർട്ടിക് എന്നാണ് അല്ലേ, തിരിഞ്ഞു കേട്ടോ. ഇത് ആർട്ടിക് ഡെസേർട്ടാണ് ഈ ഭാഗത്ത്, അന്റാർട്ടിക് താഴെയാണ് കേട്ടോ. പറഞ്ഞപ്പോൾ തിരിഞ്ഞു പോയതാണ്. ഇവിടെ എനിക്ക് അത്ര ക്ലിയർ ആയിട്ടല്ല ഇത് കാണുന്നത്, മാക്സിമം വലുതാക്കിയിട്ട് ഇത്രേ വലുതുള്ളൂ, ഓണാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ നോർത്ത് അമേരിക്കയുടെ അവിടെ ഒരു ഗ്രേറ്റ് ബേസിൻ എഴുതിയിട്ടുണ്ട്. പിന്നെ കൊളറാഡോ പ്ലേറ്റ് എന്നും പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത് അവിടെ. പിന്നെ ഇവിടെ അറ്റക്കാമ, സൗത്ത് അമേരിക്കയ്ക്കകത്ത് അഥവാ തെക്കേ അമേരിക്കയ്ക്കകത്ത് അറ്റക്കാമ ഉണ്ട്. പിന്നെ പാറ്റഗോണിയ എന്ന് പറയുന്നത് കോൾഡ് ഡെസേർട്ടാണ്, അതെവിടെയാണ്, സൗത്ത് അമേരിക്കയ്ക്കകത്താണ് ഉള്ളത്. പിന്നെ ഇവിടെ വരുമ്പോൾ ഇത് ആഫ്രിക്കയ്ക്കകത്ത് ഏറ്റവും വലുത് നമ്മുടെ സഹാറയാണ്, അത് ഹോട്ട് ഡെസേർട്ടാണ്, അഥവാ നമ്മുടെ എന്താണ് ഹോട്ടെന്ന് നല്ലല്ലേ പറയുന്നതിന്, മരുപ്രദേശമാണ്. ഓക്കെ, മലയാളത്തിൽ എന്തോ എഴുതിയേക്കുന്നതിന് ഹോട്ടെന്ന് തന്നെ. ഓക്കെ, ഉഷ്ണമരുഭൂമികൾ, മലയാളത്തിൽ ഉഷ്ണമരുഭൂമികൾ എന്ന് പറയും, മറ്റത് ഹോട്ട് ഡെസേർട്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ സഹാറയുണ്ട്. പിന്നെ ഇപ്പത്തോട്ട് ഈ ഭാഗത്താണ് നമ്മുടെ എന്ത് കിടക്കുന്നത്, അറേബ്യൻ ഡെസേർട്ട് ഉണ്ട്. ഇവിടെ ഇന്ത്യയുടെ ഭാഗത്ത് താറുണ്ട്. ഇന്ത്യയുടെ തന്നെ ഈ ഭാഗത്താണ് ലഡാക്ക് വരുന്നത്, നമ്മളിപ്പോൾ കണ്ടില്ലായിരുന്നു കോൾഡ് ഡെസേർട്ട്, അതിനകത്ത് മാർക്ക് ചെയ്തിട്ടില്ല. പിന്നെ ആഫ്രിക്കയുടെ ഈ ഭാഗത്ത് വരുന്നതാണ് നമീബ്. ഓക്കെ, നാമീബ് എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളത് കലഹാരി, അത് ഇതാണ് ഉഷ്ണമരുഭൂമിയാണ്. പിന്നെ ഇവിടെ ഓസ്ട്രേലിയക്കകത്ത് ഉഷ്ണമരുഭൂമിയാണുള്ളത്. കൂടുതൽ ഏഷ്യക്കകത്ത് ഈ ഭാഗത്താണ്, ഗോപിയുണ്ട്, തക്ലമക്കൻ എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്, അതുപോലെ കാരാകും, അതുപോലെ കൈസൽകും, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എന്താണ് കോൾഡ് ഡെസേർട്ടാണ്. പിന്നെ അന്റാർട്ടിക് ഡെസേർട്ടും ഉണ്ട്, മുകളിൽ ആർട്ടിക് ഡെസേർട്ടും ഉണ്ട്. ഓക്കെ അല്ലേടെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇത്രയും ഡെസേർട്ടുകളാണ് അഥവാ മരുപ്രദേശങ്ങളാണ് ലോകത്ത് ഫുള്ളായിട്ട് ഉള്ളത്. ഇതിൽ കൂടുതലും കാണും, നമ്മൾ ബേസിക് മെയിനായിട്ടുള്ള കുറച്ചെണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ അല്ലേടെ, കുഴപ്പമില്ലല്ലോ. നമുക്ക് ബാക്കി പോവാം, നമ്മൾ എന്തുവായിരുന്നു പറഞ്ഞോണ്ടെന്ന്. ഓക്കെ, അപ്പോൾ രണ്ട് മരുഭൂമികളിൽ എത്ര വാർഷിക വർഷപാതം എത്രയായിരിക്കും, അത് 25 സെൻറ്റിമീറ്ററിൽ താഴെയായിരിക്കും. ഇത് ഫുള്ള് തണുത്തുറഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും, ശീത മരുഭൂമികൾ എന്നായിരിക്കും വിളിക്കുന്നത്. പൊതുവേ 15 ഡിഗ്രി മുതൽ അതുപോലെ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വരണ്ടതും വളരെ ഉയർന്ന താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. ഇവിടെ രാത്രി താപം വളരെ കുറവായിരിക്കും. അപ്പം നോക്കിയേ, 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, ഈ പറയുന്ന ഉഷ്ണമേഖലാ മരുഭൂമികൾ കാണപ്പെടുന്നത്. നമുക്കൊന്ന് തേർട്ടിൻ്റെ പൊസിഷനാണ് ഇവർ പറഞ്ഞേക്കുന്നത്. എവിടെ നിന്നാണ് ഈ പറയുന്ന 15 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയ്ക്ക് എവിടാണ് പൊതുവെ 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്നതും വരണ്ടതും വളരെ ഉയർന്ന പകൽ താപനില അനുഭവപ്പെടുന്നതുമായ പ്രദേശങ്ങളാണ് ഉഷ്ണമരുഭൂമികൾ. അതായത് പൊതുവെ ഉഷ്ണമരുഭൂമികൾ എവിടെയാണ്, വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്കൊന്നുകൂടെ പോവാം. ഇനി ഇവിടെ നമ്മൾ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ മാപ്പിൽ ഇത് എന്ത് ഭാഗമാണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്, ഇത് നോർത്ത്, ഇത് സൗത്ത് തന്നല്ലോ, കുഴപ്പമില്ലല്ലേ. ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ മാപ്പിൽ ഈ പറയുന്ന ഇതാണ് നമ്മുടെ ഏത് വൻകര, ആഫ്രിക്കൻ വൻകരയുടെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുമ്പോൾ എവിടെ വരും, ഈ ഭാഗത്താണ് വരുന്നത്. ഓക്കെ, 15 മുതൽ 30 വരെ ഉള്ള ഇതിൽ
എന്നിട്ട് ഈ റീജിയൻ വരുന്ന ഏരിയകളിൽ നമ്മുടെ ഈ പറയുന്ന ഏരിയയുടെ പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും വരണ്ട പ്രദേശങ്ങൾ വരുന്നതെന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ഓക്കെ, കറക്റ്റ് തന്നെയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആ പിക്ചർ എവിടെ നമ്മൾ മാപ്പ് എടുത്തിട്ടിരുന്നതെന്നല്ലോ, അതാണ്ട് ആഫ്രിക്കൻ വൻകരയുടെ പടിഞ്ഞാറ് ഭാഗത്തല്ലേ സഹാറ കിടക്കുന്നത്, കാണുന്നുണ്ടോ? അതായത് ആ റീജിയനാണ് വരുന്നത്. അതേ കണക്ക് ദാണ്ട് ഇവിടെ ഒരു റീജിയനും കിടപ്പുണ്ട്. അതുപോലെ ഇവിടെ ഈ കിടക്കുന്ന താറെന്ന് പറയുന്നത് അത് 30 ഡിഗ്രി, നമ്മുടേതും 30 ഡിഗ്രി കൂടെയല്ലേ കയറി പോകുന്നത്. അതായത് ഇതാണ്ട ഇന്ത്യ, ഈ ഒരു ലൈൻ കാണുന്നുണ്ടോ? ഇതാണ് ഈ പറയുന്ന റീജിയനാണ് 30 ഡിഗ്രി അല്ലെങ്കിൽ 15 ഡിഗ്രി തൊട്ട് 30 ഡിഗ്രി വരെയുള്ള റീജിയൻ നമ്മൾ എടുത്ത് നോക്കുകയാണ്. ഓക്കെ, എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതാണ്ട് ഇത് ഇന്ത്യയുടെ ഈ ഭാഗത്താണ് എന്ത് വരുന്നത്, താർ മരുഭൂമി വരുന്നത്, അതായത് പടിഞ്ഞാറ് ഭാഗത്താണ്. അതുപോലെ തന്നെയാണ് എന്ത് വരുന്നത് നമ്മുടെ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡം എടുത്ത് നോക്കിയാലും അതിൻ്റെ ഈ ഭാഗത്താണ് എന്ത് വരുന്നത്, ഈ പറയുന്ന സഹാറ മരുഭൂമി വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇതിൻ്റെ അതേപോലെ താഴോട്ട് നോക്കണ്ടേ. താഴോട്ടെന്ന് പറയുമ്പോൾ ഇവിടെ നോർത്തിൽ 15 ഡിഗ്രി തൊട്ട് ഇപ്പുറത്തും എന്താണ്, ഇവിടെയും 15 ഡിഗ്രി, ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആണല്ലോ, ഇത് 15 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. ഈ ഡിസ്റ്റൻസ് എടുത്ത് നോക്കുമ്പോൾ ഇവിടെ ഓസ്ട്രേലിയ ഉണ്ട്, അതുപോലെ നമ്മുടെ ആഫ്രിക്കയുടെ ബാക്കി ഭാഗമുണ്ട്, നമ്മുടെ സൗത്ത് അമേരിക്ക ഉണ്ട്. അവിടെ എങ്ങനെയാണ് ഓക്കെ, സൗത്ത് അമേരിക്കയുടെയും ഈ ലെഫ്റ്റ് അഥവാ പടിഞ്ഞാറ് ഭാഗത്താണ് അറ്റക്കാമയും അതുപോലെ പാറ്റഗോണിയൻ ഡെസേർട്ടും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കയുടെ ഈ ഭാഗത്ത് അഥവാ പടിഞ്ഞാറ് ഭാഗത്താണ് എന്തുള്ളത്, നാമിബ് എന്ന് പറയുന്നത്, അത് നമീബി അല്ലല്ലോ, നാമിബ് എന്ന് പറയുന്നതും അതുപോലെ കലഹാരി എന്ന് പറയുന്നതും ഏത് സൈഡിലാണ്, പടിഞ്ഞാറ് ഭാഗത്താണ്. ഓസ്ട്രേലിയ എടുത്ത് നോക്കിയാലും ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറ് ഭാഗത്തോട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന രണ്ടെണ്ണവും നിൽക്കുന്നത്. അതാണിടെ പറഞ്ഞേക്കുന്നത്. കൂടുതൽ അഡീഷണൽ ഭയങ്കര കഥയൊന്നുമില്ല, എന്തു മാത്രമേ പറയുന്നുള്ളൂ, നമ്മൾ ഈ പറയുന്ന റീജിയനിൽ 15 ഡിഗ്രിക്കും 30 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള അക്ഷാംശങ്ങൾക്കിടയിൽ വരുന്ന ഭൂഖണ്ഡങ്ങളിൽ എവിടാണ്, പടിഞ്ഞാറ് ഭാഗത്തോട്ടായിരിക്കും എന്ത് വരുന്നത്, നമ്മുടെ ഈ പറയുന്ന മരുഭൂമി പ്രദേശങ്ങൾ കാണപ്പെടുന്നത്. ഇവിടെ ഈ ഭാഗത്തെങ്ങാണ്ടാണ് വരുന്നത്, ഇവിടെ ഈ ഭാഗത്തെങ്ങാണ്ടാണ് വരുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. കൂടുതൽ അഡീഷണൽ കണ്ടന്റൊന്നുമില്ല, ആകെ ഒരു സിംഗിൾ പോയിന്റ് മാത്രമേ പറയുന്നുള്ളൂ. അത് ഒന്നുകൂടെ ഒന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ മാപ്പ് എടുത്തിട്ടത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി തിരിച്ചു പോവാം. അപ്പോൾ ക്ലിയർ ആണല്ലോ. ഈ പ്രദേശങ്ങളിൽ രാത്രി എന്തായിരിക്കും, താപനില പൊതുവേ കൂടുതലായിരിക്കും. എവിടെ, ഉഷ്ണമരുഭൂമികളിലാണ്. അപ്പം 15 ഡിഗ്രിക്കും 30 ഡിഗ്രി വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിലുള്ള വൻകരകളുടെ ഏത് ഭാഗത്താണ് നമ്മുടെ ഉഷ്ണമരുഭൂമികൾ കാണപ്പെടുന്നത്, പടിഞ്ഞാറ് ഭാഗത്തിലാണ് കാണപ്പെടുന്നത്. അവിടെ രാത്രി താപനില കൂടുതലായിരിക്കും. മരുഭൂമിക്ക് ഇംഗ്ലീഷിൽ ഡെസേർട്ട് എന്ന പേരുണ്ടായത് ഡെസർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അപ്പോൾ ഡെസർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മരുഭൂമിക്ക് ഡെസേർട്ട് എന്ന പേര് ലഭിച്ചിട്ടുള്ളത് എന്നാണ്. മീൻസ് ഈ ഡെസേർട്ടം എന്ന വാക്കിൻ്റെ അർത്ഥം എന്തുവാണ്, ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. മരുഭൂമികളെക്കുറിച്ചുള്ള പഠനം എറമോളജി എന്നറിയപ്പെടുന്നു. എറമോളജി കേട്ടോ, എറമോളജി എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തിനെ പറ്റിയുള്ള പഠനമാണ്, ഡെസേർട്ട് അഥവാ നമ്മുടെ മരുഭൂമികളെക്കുറിച്ചുള്ള പഠനമാണ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇത്രയും കാര്യം ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് കാര്യമാണ് ഇത്രയും നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഉഷ്ണമരുഭൂമികളിൽ ദൈനിക താപാന്തരം യൂർണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. കാരണം അന്വേഷിച്ചറിയൂ. ഉഷ്ണമരുഭൂമികളിൽ ദൈനിക താപാന്തരം എന്തുവായിരുന്നു, ഓർമ്മയുണ്ടോ? ഇത് നമ്മളിവിടെ പഠിച്ചിട്ടില്ലേടെ. അതായത് ഒരു ദിവസം അനുഭവപ്പെടുന്ന ഏറ്റവും കൂടിയ താപനില ഒരു ടെമ്പറേച്ചർ കാണും, അതേപോലെ ഏറ്റവും കുറഞ്ഞ ഒരു ടെമ്പറേച്ചറും കാണും, കുറഞ്ഞ ടെമ്പറേച്ചർ. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. ഉഷ്ണമരുഭൂമികളിൽ ഏറ്റവും കൂടിയ അല്ലെ മീൻസ് ഏതൊരു സ്ഥലത്തെയും ദൈനിക താപാന്തരം കണ്ടുപിടിക്കുന്നത് ആ ഒരു ദിവസത്തിൽ ഏറ്റവും കൂടുതലുള്ള താപനിലയും ഏറ്റവും കുറവുള്ള താപനിലയും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ മരുഭൂമിയുടെ കാര്യത്തിൽ അവർ പറയുന്നുണ്ട് രാത്രി എന്താണ് താപനില വളരെ കുറവാണെന്ന് പറയുന്നുണ്ട്. പകൽ സമയത്ത് എന്താണ് താപനില വളരെ കൂടുതലുമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം പകൽ സമയത്ത് ഒരു 40 ഡിഗ്രി സെൽഷ്യസും രാത്രി സമയത്ത് ഒരു 0 ഡിഗ്രി സെൽഷ്യസും ആണെന്ന് വയ്ക്കുക, പോട്ടെ 3 ഡിഗ്രി സെൽഷ്യസും ആണെന്ന് വയ്ക്കുക. അപ്പം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയായിരിക്കും, 37
2 ഡിഗ്രി സെൽഷ്യസ് എന്ത് വരുന്നുണ്ട്, തമ്മിലുള്ള താപനില വ്യത്യാസം വരുന്നുണ്ട്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മരുഭൂമി പ്രദേശങ്ങളിൽ ദൈനിക താപാന്തരം കൂടാനുള്ള കാര്യം എന്താണ്, ഇവിടെ താപനില തമ്മിൽ പകൽ സമയത്തെ താപനിലയും രാത്രികാലങ്ങളിലെ താപനിലയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, അതാണ്. ഇനി ലോകത്തെ പ്രധാന ഉഷ്ണമരുഭൂമികൾ ഒരു അറ്റ്ലസിന്റെ സഹായത്തോടെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചല്ലോ. ഉഷ്ണമരുഭൂമികളാണ് ചുമന്ന കളറിൽ ഉണ്ടായിരുന്നത്, കോൾഡ് തണുത്ത മരുഭൂമികളാണ് നീല കളറിലുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിലും വിശാലമായ ഒരു ഉഷ്ണ മരുഭൂമി ഉണ്ടെന്ന് കണ്ടില്ലേ? നമ്മൾ എവിടെ കണ്ടത്? നമ്മൾ ഏതോ ഒരു ചാപ്റ്റർ കണ്ടതാണ്. ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ ഥാർ മരുഭൂമി എന്നറിയപ്പെടുന്ന ഈ ഉഷ്ണ മരുഭൂമിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് നമുക്ക് ചർച്ച ചെയ്യാം. കാര്യം എന്താ, നമ്മൾ ഇന്ത്യയെ പറ്റിയാണ് പഠിക്കുന്നത്, ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്കകത്തുള്ള മരുഭൂമിയെ പറ്റിയാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ മരുഭൂമി അഥവാ ഥാർ മരുഭൂമിയെ പറ്റിയാണ് ഇനി പറയാൻ പോകുന്നത്. ഥാർ മരുഭൂമിയുടെ സ്വാഭാവിക അതിരുകൾ സൂചിപ്പിക്കുന്ന ഡയഗ്രമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഥാർ മരുഭൂമി എവിടാണ്? താഴോട്ട് വരുമ്പോൾ നോക്കാം. ഇതാ ഈ കാണുന്ന സാധനമാണ്, അതായത് ഈ ഒരു ഭാഗത്താണ്, നമ്മുടെ രാജസ്ഥാൻ ആ ഏരിയയിലാണ് എന്ത് വരുന്നത്, ഥാർ മരുഭൂമി വരുന്നത്. ഈ ഥാർ മരുഭൂമിയുടെ പൊസിഷനാണ് ഇനി പറയാൻ പോകുന്നത്. എന്തുവാണ്? അതിൻ്റെ കിഴക്ക് ഭാഗത്ത് അരാവലി നിരകളാണ്. അരാവലി എന്ന് പറയുന്നതിൻ്റെ പർവ്വത നിരകളാണ് ഈ ഭാഗത്താണ് വരുന്നത്. അരാവലി നിരകളാണ് ഈ ഭാഗത്ത്. ഇതാണ് ഥാർ മരുഭൂമി. ഓക്കെ, നമ്മൾ മാപ്പ് എടുത്ത് വരയ്ക്കുമ്പോഴത്തേക്ക് എന്ത് നോക്കണം, ഡയറക്ഷൻ കൂടെ നോക്കാം. ഓക്കെ, ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഇതാണ് ഥാർ മരുഭൂമി. മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് അരാവലി നിരകളാണ് ഉള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണുള്ളത്? സിന്ധു നദീതടമാണ് എഴുതിയേക്കുന്നത്. ഇത് തന്നെയാണ് അവിടെ എഴുതിയേക്കുന്നത്. നോക്കാം, പടിഞ്ഞാറ് സിന്ധു നദീതടമാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സിന്ധു നദി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സിന്ധുവിൻ്റെ കൈവരികൾ ഇങ്ങനെ പോയി അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഥാർ മരുഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? സിന്ധു നദീതടമാണ്. ഇനി അതിൻ്റെ വടക്ക് ഭാഗത്ത് എന്താണ്? സത്ലജ് നദീതടമാണ്. ഥാർ മരുഭൂമിയുടെ തെക്ക് ഭാഗത്ത് എന്താണ്? റാൻ ഓഫ് കച്ച് ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഏകദേശ പൊസിഷൻ ക്ലിയർ ആയോ? ഥാർ മരുഭൂമി എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ സംസ്ഥാനത്തിലാണ് വ്യാപിച്ച് കിടക്കുന്നത്. അതിൻ്റെ കിഴക്ക് ഭാഗത്ത് അരാവലി നിരകളാണ്. ഓക്കെ, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സിന്ധു നദീതടമാണ്. ഓക്കെ, അതിൻ്റെ വടക്ക് ഭാഗത്ത് സത്ലജ് നദീതടമാണ്. അതിൻ്റെ തെക്ക് ഭാഗത്ത് റാൻ ഓഫ് കച്ച് ആണ്. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഈ ഉത്തര പർവ്വത മേഖലയുണ്ട്, താഴെ ഉത്തരേന്ത്യൻ സമതലങ്ങളുണ്ട്, ഉപദ്വീപീയ പീഠഭൂമികളുണ്ട്, അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലുണ്ട്, നമ്മുടെ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലുണ്ട്, ഇവിടെ എന്തുണ്ട്? ഇന്ത്യൻ മഹാസമുദ്രവും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിലി പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ബാക്കി ഇനി എന്ത് ചെയ്തേക്കുന്നത്? അപ്പം ഥാർ മരുഭൂമിയുടെ അതിർത്തികൾ ക്ലിയർ ആയില്ലേ? കിഴക്ക് അരാവലി, പടിഞ്ഞാറ് സിന്ധു നദീതടം, വടക്ക് സത്ലജ് നദീതടം, അതുപോലെ തെക്ക് റാൻ ഓഫ് കച്ച്. ഓക്കെ, ഇനി എന്ത് കൊടുത്തേക്കുന്നത്? അതാ പടം വരയ്ക്കാനാ. ഇനി അടുത്ത കോൾക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ ഭൂപ്രദേശമാണ് ഥാർ മരുഭൂമി. അപ്പോൾ പൊസിഷൻ എവിടാണ്? വടക്ക് പടിഞ്ഞാറ്. നോക്കിയേ, ഈ ഭാഗത്താണ്. അതായത് നമ്മളിപ്പം ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെ പോയിട്ട് ഏകദേശ ഫിഗറാണ് ഇവിടെ, ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അതിൽ ഈ ഭാഗത്താണ് എന്ത് വരുന്നത്? നമ്മുടെ ഥാർ മരുഭൂമി വരുന്നത്. അപ്പോൾ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ എന്തുവാണ്? ഇത് നോർത്തും ഇതെന്തുവാണ്? പടിഞ്ഞാറ്, വെസ്റ്റുമാണ്. ഇത് സൗത്ത്, ഇത് ഈസ്റ്റ്. അപ്പോൾ ഈ ഭാഗത്താണ്, അതായത് ഇവിടെ ഈ ഭാഗത്താണ് എന്ത് വരുന്നത്? ഥാർ മരുഭൂമി വരുന്നത്. അതാണ് എഴുതിയിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ മരുഭൂമിയുടെ ഏകദേശം 1.75 ലക്ഷം ചതുരശ്ര മീറ്ററും ഇന്ത്യയിലാണ്. അപ്പോൾ ആകെ ഇതിൻ്റെ വിസ്തീർണം എത്രയാണ്? വിസ്തീർണം നമ്മൾ അല്ലെങ്കിൽ ഏരിയ ആണല്ലോ വിസ്തീർണം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ലക്ഷത്തിന് പുറത്ത് ഉണ്ട്. ഓക്കെ, പക്ഷേ അതിൽ 1.75 ലക്ഷം എവിടാണ്? ഇന്ത്യക്കകത്താണ് കിടക്കുന്നത്. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഈ പറയുന്ന എന്താണ്? ഥാർ മരുഭൂമി കൂടുതൽ ഭാഗവും, അതായത് അതിൻ്റെ 2/3 ഭാഗവും എവിടാണ്? രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി ഭാഗം, അതായത് ബാക്കി ഒരു 1/3 ഭാഗം ഉണ്ട്. അത് എവിടൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. ക്ലിയർ ആയോ? അപ്പം നമ്മുടെ ഇന്ത്യയിൽ ഏത് ഭാഗത്താണ് ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്? വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഥാർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിന് ഏകദേശം ഒരു 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ
ചതുരശ്ര കിലോമീറ്റർ എന്തുണ്ട്, വിസ്തൃതി ഉണ്ട്. ചതുരശ്ര കിലോമീറ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് കിലോമീറ്റർ സ്ക്വയർ, ഓക്കെ, അത്രയും വിസ്തൃതി ഉണ്ട്. പക്ഷെ അതിൽ ഒരു 1.75 ലക്ഷം കിലോമീറ്റർ മാത്രം ചതുരശ്ര കിലോമീറ്റർ ആണ് എവിടെ കിടക്കുന്നത്, ഇന്ത്യയിൽ കിടക്കുന്നത്. ഇന്ത്യയിലുള്ള ഥാർ മരുഭൂമിയുടെ ഭാഗത്തിൽ 2/3 ഭാഗവും ഏത് സംസ്ഥാനത്തിലാണ്, രാജസ്ഥാനിലാണ്. ബാക്കി സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഏതാണ്, ഹരിയാനയുണ്ട്, പഞ്ചാബും ഉണ്ട്, പിന്നെ കുറച്ച് ഭാഗം എവിടെയാണ് കിടക്കുന്നത്, ഗുജറാത്തിലും കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി പാകിസ്ഥാനിലെ സിന്ധ്, പഞ്ചാബ് പ്രവിശ്യകളിലും ഥാർ മരുഭൂമിയുടെ തുടർച്ച കാണാം. അപ്പോൾ പാകിസ്ഥാനിലാണ് അതായത് ബാക്കിയുള്ള കുറച്ച് ഭാഗമില്ലേ, 2 ലക്ഷത്തിന് പരം, മീൻസ് 2 ലക്ഷത്തിൽ കൂടുതലുള്ളതിൽ 1.75 ലക്ഷമാണ് ഇവിടെ ഉള്ളത്, ഇന്ത്യയിലുള്ളത്. ബാക്കിയുള്ള ഒരു 25,000 സംതിങ് അത്രയും ഉള്ളത് എവിടാണ്, സിന്ധ് പഞ്ചാബ് പ്രവിശ്യയിലാണ് ഥാർ മരുഭൂമിയുടെ ബാക്കി കിടക്കുന്നതെന്നാണ് പറയുന്നത്. എവിടെയാണ്, പാകിസ്ഥാനിലാണ്. ഇനി ഥാർ മരുഭൂമിയുടെ സ്ഥാനം, വ്യാപ്തി എന്നിവ മനസ്സിലാക്കിയല്ലോ. ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുവാണ്, എവിടാണെന്നൊക്കെ ഉള്ളത്. ഇനി നമുക്ക് ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിനിടയാക്കിയ സാഹചര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്, ആദ്യം നമ്മൾ ഇതിൻ്റെ സ്ഥാനം മനസ്സിലാക്കും, പിന്നെ എങ്ങനെ ഉണ്ടായെന്ന് പറയും, അവിടെ ഉള്ള പ്രത്യേക ഭൂരൂപങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അവിടുത്തെ ജനജീവിതം എങ്ങനെയാണ്, അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്നെയായിരിക്കും ഇവിടെയും പോകുന്നത്. ഥാർ മരുഭൂമിയുടെ സ്ഥാനം അപ്പോൾ എവിടാണ്, ഇന്ത്യയുടെ ഏത് ഭാഗത്ത് വരും, വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് വരുന്നത് തന്നെയല്ലോ. എത്ര ഏരിയ ഉണ്ടത്, ഏകദേശം 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് എങ്കിലും ഏകദേശം ഒരു 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അത് ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് നമ്മുടെ ഥാർ മരുഭൂമിയുടെ ഏറ്റവും കൂടുതൽ ഭാഗം കാണപ്പെടുന്നത്, അത് രാജസ്ഥാനിലാണ്. ടോട്ടൽ ഥാർ മരുഭൂമിയുടെ 2/3 ഭാഗവും സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. മറ്റേതൊക്കെ സംസ്ഥാനങ്ങളിൽ ഥാർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നുണ്ട്, ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. പാകിസ്ഥാനിലെ സിന്ധ് പഞ്ചാബ് പ്രവിശ്യയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഥാർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇനി ബാക്കി നോക്കാം. രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ തീരെ കുറവാണ്. ഓക്കെ, രാജസ്ഥാന്റെ ആ ഏരിയയിൽ, അതായത് ഇതാണല്ലോ രാജസ്ഥാന്റെ പടിഞ്ഞാറ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ആരവല്ലി ഇല്ലേ, ആരവല്ലിയുടെ ഈ ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ അതിനി അങ്ങോട്ട് വരുമ്പോൾ പറയും, അപ്പം നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. അപ്പോൾ ആരവല്ലി നിരകൾ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം അതിൻ്റെ ഈ ഭാഗത്താണ് എന്ത് വരുന്നത്, ഥാർ മരുഭൂമി. അതായത് ആരവല്ലിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് ഥാർ മരുഭൂമി വരുന്നത്. അപ്പം രാജസ്ഥാൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യത്തില്ല, വലുതായിട്ട് മഴ കാണത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഇതിൻ്റെ കാരണമെന്നറിയാമോ? ഇന്ത്യയിൽ മുഖ്യമായ മഴ കൊണ്ടുവരുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളാണെന്ന് നിങ്ങൾക്കറിയാം. അറിയത്തില്ലേ, നമ്മളിത് പഠിച്ചതല്ലേ, ഓർമ്മയുണ്ടോ? ഇനി പടിഞ്ഞാറൻ തീരസമതലങ്ങളിലൂടെ ഗുജറാത്തിൽ പ്രവേശിക്കുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ അറബിക്കടൽ ശാഖ അരാവലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ രാജസ്ഥാനിന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രവേശിക്കുന്നില്ല. അതിനാൽ ഈ മഴക്കാറ്റുകളിൽ നിന്നും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ, പ്രത്യേകിച്ച് രാജസ്ഥാന്റെ പടിഞ്ഞാറൻ മേഖലയിൽ മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് നമ്മൾ എവിടെ പഠിച്ചതേ, മൺസൂൺ കാറ്റ് പഠിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോ, എന്തുവായിരുന്നത്? അതായത് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ വരുന്നു, ഇങ്ങനെയാണല്ലോ. തെക്ക് പടിഞ്ഞാറൻ, ഇവിടാണ് അരാവലി വരുന്നത്. ഓക്കെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുമ്പോൾ മാപ്പ് എടുക്കണമെങ്കിൽ എടുക്കാം. ഇത് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. സൗത്ത് ഈസ്റ്റ് മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വീശുന്ന കാറ്റുകളാണ്. അതാണ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യൂടെ, ഇതിന് 2 ശാഖയുണ്ട്. ഒന്ന് അത് ഇങ്ങനെ നമ്മുടെ അറബിക്കടലിൽ കൂടെയും കയറി പോവും, ഒന്ന് ഇതിലേ അങ്ങോട്ടും പോവും. ഓർമ്മയുണ്ടോ? ഇന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖയെ, ഒരു അറബിക്കടൽ ശാഖയാണ് ഇതിനുള്ളത്. എന്നിട്ട് ഇവിടെ എന്താ ഇത് ഇങ്ങോട്ടാണ് കയറാറുന്നത്, എന്താ അങ്ങ് വരെ പോയത്? കാര്യം എന്താ, ഇവിടെ ആരുണ്ട്, നമ്മുടെ ഈ പശ്ചിമഘട്ട മലനിരകൾ കിടപ്പുണ്ട്, അത് ഇങ്ങോട്ട് കയറ്റി വിടത്തില്ല. അപ്പോൾ അത് ആ വരുന്ന വഴിക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ആ മലയിൽ തട്ടിയിട്ട് അവിടെയൊക്കെ എന്ത് ചെയ്യും, ഇത് മഴ പെയ്യിപ്പിക്കും. അതായത് ഇവിടെ ഈ ഭാഗത്താണ് നമ്മുടെ പശ്ചിമഘട്ടം ഉള്ളത്, ഇവിടെ എന്താണ് പൂർവ്വഘട്ടം ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഈ കാറ്റ് ഇവിടെയൊക്കെ ഇടിച്ചിട്ട് എന്ത് ചെയ്യും, ഈ ഭാഗത്തൊക്കെ മഴ പെയ്യിപ്പിക്കും. അതായത് നമ്മുടെ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ പെയ്യിപ്പിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഏരിയയിൽ കൂടെ ഇതിനകത്ത് കയറും, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സമതലത്തിലോട്ട് കയറുമ്പോഴത്തേക്കാണ് ഇവിടെ എന്തുള്ളത്, അരാവലി നിരകളുള്ളത്. അത് അരാവലിക്ക് സമാന്തരമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഈ ഭാഗത്ത്, അതായത് നമ്മുടെ പർവ്വത ഏരിയയില്ലേ, അതായത് നമ്മുടെ ഉത്തര പർവ്വത മേഖലയുടെ ആ ഒരു എൻഡ് പോയിന്റ്, അത് ആ ശിവാലിക് നിരകളുടെ അങ്ങറ്റം വരെ എന്ത് ചെയ്യും, പോവും. അതേപോലെ ഇവിടെ നിന്ന് വരുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ത് ചെയ്യും, അവിടെ നിന്ന് നമ്മുടെ ഇവിടെ ഉള്ള മലകളിലൊക്കെ തട്ടി എന്ത് ചെയ്യും, ഇങ്ങോട്ട് വന്ന് ഇവിടെയും ജോയിൻ്റ് ആവും. അങ്ങനെയാണ് എന്ത് പഠിച്ചത്, നമ്മൾ തെക്ക് പടിഞ്ഞാറ് മൺസൂൺ പഠിച്ചത്. അപ്പോൾ എന്ത് പറ്റുന്നില്ല, ഈ പറയുന്ന അരാവലിക്ക് സമാന്തരമായിട്ട് പോവുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, മഴ പെയ്യത്തില്ല. ഈ അരാവലിക്ക്
ഇവിടെ നിന്ന് ഇങ്ങോട്ട് വീശിയ എന്ത് ചെയ്യും, അരാവലി തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് വീശിയ അരാവലി അവിടെ തടഞ്ഞു നിർത്തി ഈ സൈഡിൽ മഴ പെയ്യിപ്പിക്കും. പക്ഷേ ഇതെങ്ങനെയാണ്, ഇത് ഓപ്പോസിറ്റാ, അതിനെ വന്ന് ഇടിക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മലനിരകൾക്ക് പിടിച്ചു നിർത്തി മഴ പെയ്യിക്കാൻ പറ്റുന്ന ഒരു രീതിക്കല്ല ആ കാറ്റ് വരുന്നത്. ആ കാറ്റ് എങ്ങനെയാണ്, ഈ മലനിരകൾ ഇങ്ങനെ ഇരിക്കുന്നു, കാറ്റ് അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങ് പോവുകയാണ്. അപ്പോൾ എങ്ങനെ പിടിച്ചു നിർത്തുന്നത്, മഴ പെയ്യിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അതാണ് എഴുതിയിരിക്കുന്നത്, അരാവലി പർവ്വതനിരകൾക്ക് സമാന്തരമായി കടന്നു പോകുന്നതിനാൽ എന്ത് ചെയ്യുന്നില്ല, രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ, അതായത് ഇത് ഈ ഭാഗത്താണ് നമ്മുടെ രാജസ്ഥാൻ വരുന്നത്, ആ രാജസ്ഥാന്റെ ഉൾപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് എവിടെയാണ്, ഈ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ എന്ത് ചെയ്യുന്നില്ല, കാറ്റ്, അതായത് നമ്മുടെ രാജസ്ഥാന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ എന്ത് ചെയ്യുന്നില്ല, മഴ പെയ്യിക്കുന്നില്ല എന്നാണ് പറയുന്നത്. മഴ ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണല്ലോ അവിടെ വാർഷിക വർഷപാതം 25 സെന്റിമീറ്റർ കുറവാണെന്ന് നമ്മൾ പറഞ്ഞത്. കാര്യം അത്രയും കുറവ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, മഴ ലഭിക്കുന്നുള്ളൂ. ഓക്കെ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളുടെ സഞ്ചാരഗതി മുൻ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതാണ് ഈ സൈഡിൽ വരച്ചു വെച്ചേക്കുന്നത്. വേണമെങ്കിൽ എന്താണ് ടെക്സ്റ്റ് ഒന്നുകൂടെ എടുത്ത് നോക്കാം, അത് കുഴപ്പമൊന്നുമില്ല. ഇനി എന്താണ്, ഇനി തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ സഞ്ചാരഗതി പരിശോധിക്കൂ. ഹിമാലയ പർവ്വതത്തിൽ നിന്ന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അരാവലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നു. അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താർ മരുഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, മഴ ലഭിക്കുന്നില്ല. ഇത് ഏത് സൈഡിൽ നിന്ന് വന്നാലും എന്ത് ചെയ്യത്തില്ല, മഴ ലഭിക്കത്തില്ല. അതാണ് പറയുന്നത്. ഇനി നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്റെ സെയിം ഈ മൺസൂണിന്റെ ഏത് ശാഖയുടെ കാര്യമാണ് പറയുന്നത്, ബംഗാൾ ഉൾക്കടൽ ശാഖയുടെ കാര്യമാണ് പറയുന്നത്. ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ന് പറയുമ്പോൾ എങ്ങനെ പോകുന്നത്, ഇങ്ങനെയാണ് പോകുന്നത്. ഇതിലേ അത് എങ്ങോട്ട് കയറോടെ, നമ്മുടെ ഇവിടെ വന്നിട്ട് 2 ബ്രാഞ്ചായിട്ടാണ് തിരിഞ്ഞു പോകുന്നത്. ഒന്ന് അങ്ങോട്ടും പോകും, ഇങ്ങോട്ടും പോകും, അങ്ങനെയാണ്. ഓക്കെ, അതിലെന്തോ പറഞ്ഞേക്കുന്നത്, അതിൽ ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റിന്, അതായത് ഇവിടെ ഈ ശാഖ, ഇതിൽ ഈ കളറെല്ലാം കൂടെ കൺഫ്യൂഷൻ ആയ വേറെ കളർ വരയ്ക്കാമെങ്കിൽ, അതായത് ഇവിടെ നിന്ന് വരുന്ന ഇതാണ് നമ്മളെ ബംഗാൾ ഉൾക്കടൽ ശാഖ. ഇവിടെ വന്നിട്ട് ഇത് എങ്ങോട്ട് പോകും, ഇങ്ങനെയാണ് പോകുന്നത്. നമ്മുടെ മാപ്പ് വരയ്ക്കുമ്പോൾ ഈ ഭാഗത്ത്, അതായത് വെയിറ്റ്, ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ, എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെയല്ലേ പോകുന്നത്. ഓക്കെ, അപ്പം അതിൽ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ എന്താണ്, ഉത്തരപർവ്വത മേഖലയാണ്. ആ ഉത്തരപർവ്വത മേഖലയുടെ സമാന്തരമായിട്ട് ചെന്നിട്ടാണ് ഇവിടെ വന്ന് ഈ പറയുന്ന വന്ന അറബിക്കടൽ ശാഖയായിട്ട് ഇത് ജോയിൻ്റ് ആവുന്നത്. അതിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ്, ഹിമാലയ പർവ്വതത്തിന് സമാന്തരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന ഈ കാറ്റ്, അതായത് ഈ കാറ്റ് ഇവിടെ നിന്നല്ലേ അങ്ങോട്ട് വീശുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ, കിഴക്ക് നിന്ന് പടിഞ്ഞാറാണെന്ന്. ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ നിന്ന് ഇവിടെ വന്നു, ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ഡയറക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇതെന്താണ്, ഇത് പടിഞ്ഞാറ്, ഇത് കിഴക്കുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടെന്ന് പറയുമ്പോൾ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ശാഖയിലുള്ള കാറ്റ് വീശുന്നത്. അതാണ് സഞ്ചരിക്കുന്ന ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അരാവലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നു. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരുണ്ട്, ഇവിടെ നിൽപ്പുണ്ട് അരാവലി. അരാവലി എന്ത് ചെയ്യും, ഈ വരുന്ന കാറ്റിനെ എന്ത് ചെയ്യും, ഇവിടെ തടഞ്ഞു നിർത്തും. തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ മഴ പെയ്യുന്നത് എവിടെ ആയിരിക്കും, എവിടെയാണോ തടഞ്ഞു നിൽക്കുന്നത് അതിന് അഭിമുഖമായിട്ടുള്ള, അതായത് ഇതാണൊരു മല. ഇപ്പം കാറ്റ് ഇങ്ങനെ വരുവാണ്, കാറ്റിന് ഇങ്ങോട്ട് വരുന്ന കാറ്റിൻ്റെ ഈ മല ഇവിടെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ അതിന് അഭിമുഖമായിട്ടുള്ള പ്രദേശത്ത് എന്ത് ചെയ്യും, ഇവിടെ മഴ പെയ്യും. ഓക്കെ, അതിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിക്കും. പക്ഷേ അതിന് ഓപ്പോസിറ്റുള്ള പ്രദേശങ്ങളിൽ മഴ പെയ്യോ, അതിന് നമ്മൾ മഴ നിഴൽ പ്രദേശങ്ങളെന്നാണ് പറയുന്നത്. ഓർമ്മേണ്ട, മഴ നിഴൽ പ്രദേശങ്ങളെന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേ വർക്കാണ് ഇവിടെ ചെയ്യുന്നത്. അരാവലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ വരുന്ന കാറ്റിനെ തടഞ്ഞു നിർത്തി മഴ പെയ്യിപ്പിക്കും. പക്ഷെ എന്ത് ചെയ്യത്തില്ല, അതിൻ്റെ ഓപ്പോസിറ്റ്, അതിൻ്റെ ബാക്ക് സൈഡിൽ, അതായത് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് എന്ത് രാജസ്ഥാൻ ഉള്ളത്, അവിടെ എന്ത് ചെയ്യത്തില്ല, മഴ പെയ്യിക്കത്തില്ല. ഈ കാറ്റിനെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അരാവലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തുന്നു. അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താർ മരുഭൂമി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, മഴ ലഭിക്കുന്നില്ല. ഇതും ഒരു കാര്യമാണ്. ഈ പറയുന്ന അവിടെ നിന്ന് വരുന്ന കാറ്റിനെ ആര് തടഞ്ഞു നിർത്തും, ഈ പറയുന്ന അരാവലി തടഞ്ഞു നിർത്തും. നീ അങ്ങോട്ട് പോകണ്ട. ഇനി അപ്പുറത്തോട്ട് വരുന്ന ഈ പറയുന്ന അറബിക്കടൽ ശാഖയിൽ നിന്ന് വരുന്ന കാറ്റിനെ എന്ത് ചെയ്യും, അത് നീ കയറിപ്പൊക്കോ, എനിക്ക് ഇതിൻ്റെ പിഴി തടഞ്ഞു നിർത്താൻ സമയമില്ല. അല്ലെങ്കിൽ അതിനെ തടഞ്ഞു നിർത്തുന്ന രീതിക്കല്ല, ആ ഒരു പർവ്വതനിരയ്ക്ക് സമാന്തരമായിട്ടാണ് കാറ്റിടിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, അതിനെയും തടഞ്ഞു നിർത്തുന്നില്ല. അപ്പോൾ 2 വഴിക്കുന്ന എന്ത് ചെയ്യുന്നില്ല, ഈ പ്രദേശത്ത് മഴ ലഭിക്കുന്നില്ല. അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ എഴുതിയേക്കുന്നത്, അതിനാൽ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നും താർ മരുഭൂമി
ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല, മഴ ലഭിക്കുന്നില്ല. അപ്പോൾ 2 ശാഖയുണ്ട് നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന്. 2 ശാഖയുണ്ട്. ഒരു അറബിക്കടൽ ശാഖയുണ്ട്, ഒരു ബംഗാൾ ഉൾക്കടൽ ശാഖയുണ്ട്. 2 ശാഖയുണ്ടായിട്ട് അതുകൊണ്ട് ഈ പറഞ്ഞ ഥാർ മരുഭൂമിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. എന്ന് വെച്ചാൽ അവിടെ മഴ ലഭിക്കുന്നുണ്ടോ? ഇല്ല. 2 ശാഖയിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, മഴ ലഭിക്കുന്നില്ല. അതുപോലെ ഈ പ്രദേശങ്ങളിലെ ഉയർന്ന ബാഷ്പീകരണ തോതും വരണ്ട കാറ്റും മഴ പെയ്യാനുള്ള സാധ്യത കുറയ്ക്കുന്നു. പോരാത്തതിന് ഇവിടെ എന്താണ്, ഭയങ്കര ചൂടാണ്. അതാണ് വരണ്ട കാറ്റുണ്ട്, അതുപോലെ തന്നെ ഉയർന്ന ബാഷ്പീകരണ തോതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, മഴയ്ക്ക് ചാൻസേ ഇല്ല. ഇനി ദശലക്ഷക്കണക്കിന് വർഷത്തോളം ഇതേ അന്തരീക്ഷസ്ഥിതി തുടരുന്ന ഏതൊരു ഭൂപ്രദേശവും ഈ ഊഷര മണലാരണ്യമായി മാറുമല്ലോ. അതായത് ഒരു സ്ഥലത്ത് ഇതേ കാലാവസ്ഥ വർഷങ്ങളായി തുടർന്നു കഴിഞ്ഞാൽ ആ പ്രദേശം എന്തായിട്ട് മാറും, മണലാരണ്യമായിട്ട് മാറും, അഥവാ മരുഭൂമിയായിട്ട് മാറും. ഇതെല്ലാമാണ് ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് കാരണമായിട്ടുള്ള സാഹചര്യങ്ങൾ. എന്തുകൊണ്ട് ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മരുഭൂമിയായി? അതിൻ്റെ ഉത്തരവാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് മെയിനായിട്ട് മഴ ലഭിക്കുന്നത് മൺസൂൺ കാറ്റുകൾ വഴിയാണ്. അതിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്ന് പറയുന്നത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൽ എന്തുകൊണ്ട് ഈ പ്രദേശത്ത് മഴ ലഭിക്കുന്നില്ല? അവിടെ ഒരു പർവ്വതമുണ്ട്, എന്നിട്ടും മഴ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്താ? ആദ്യം വരുന്ന നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയെ ഈ പറയുന്ന ആരവല്ലിക്ക് സമാന്തരമായാണ് ആ ശാഖ കടന്നു പോകുന്നത്. അപ്പോൾ അതിനെ തടഞ്ഞു നിർത്തപ്പെടുകയോ മഴ പെയ്യിക്കുകയോ ചെയ്യുന്നില്ല. ഇനി നമ്മൾ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്ന് വരുന്ന, അഥവാ നമ്മുടെ കിഴക്ക് നിന്ന് പടിഞ്ഞാറോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ കാറ്റുകൾ എന്ത് ചെയ്യുന്നു? ആ കാറ്റുകളെ ആര് തടഞ്ഞു നിർത്തുന്നു? ഈ പറയുന്ന അരാവലി നിരകൾ തടഞ്ഞു നിർത്തുന്നു. അതുമൂലം എന്ത് ചെയ്യുന്നില്ല, ആ അരാവലിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്ത് ചെയ്യുന്നില്ല, മഴ ലഭിക്കുന്നില്ല. ഇത്തരം ഒരു സ്ഥിതി വർഷങ്ങളായി തുടരുന്നത് മൂലം ആണ്, അല്ലെങ്കിൽ കാലങ്ങളോളം ഇതേ അവസ്ഥ തുടർന്നത് മൂലമാണ് ആ പ്രദേശം എന്തായിട്ട് മാറിയത്, ഒരു മരുപ്രദേശമായിട്ട് മാറിയത്. ഓക്കെ അല്ലേടെ? കുഴപ്പമില്ലല്ലോ. അതാണ് കാര്യം. ഥാർ മരുഭൂമി പ്രദേശം ഒരു മഴ നിഴൽ പ്രദേശമാണോ എങ്കിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകൾ ഏത് ശാഖയെ അടിസ്ഥാനമാക്കിയാണ് നമുക്കത് പറയാൻ പറ്റുന്നത്? അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ഏത് ശാഖയെ അടിസ്ഥാനമാക്കിയാണ് അതൊരു മഴ നിഴൽ പ്രദേശമാകുന്നത്? ബംഗാൾ ഉൾക്കടൽ ശാഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. കാര്യം തടഞ്ഞു നിർത്തുന്നത് ഈ പറയുന്ന എന്താണ്, ആരാവലി നിരകൾ ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്ന് വരുന്ന അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് സഞ്ചരിക്കുന്ന കാറ്റുകളെയാണ് എന്ത് ചെയ്തേക്കുന്നത്, തടഞ്ഞു നിർത്തുന്നത്. അത് വരുന്നത് ഈ പറയുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നാണ്. തടഞ്ഞു നിർത്തിയിട്ട് എന്ത് ചെയ്യുന്നു, മഴ പെയ്യിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗം എന്തായിരിക്കും, മഴ നിഴൽ പ്രദേശമായിരിക്കും. ഓക്കെ, അങ്ങനെയാണ് അത് കിട്ടുന്നത്. ഓക്കെ, പിന്നെ എന്താ എഴുതിയേക്കുന്നത്? ഥാർ മരുഭൂമിയുടെ രൂപീകരണത്തിന് അരാവലി പർവ്വതനിരകളുടെ പങ്ക്. എന്ത് പങ്കാണുള്ളത്? ഈ പറയുന്ന പർവ്വതം അവിടെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ മഴ പെയ്യാത്തത്. മീൻസ് അങ്ങനെ, അല്ലെങ്കിൽ ആ പർവ്വതത്തിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, ഈ പറയുന്ന പ്രദേശം മരുഭൂമി ആയത് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഒരു കാറ്റടിക്കുന്നത് ഈ പർവ്വത നിരക്ക് സമാന്തരമായിട്ടാണ്. ഏത് കാറ്റാണ്? നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ അറബിക്കടൽ ശാഖയിൽ നിന്നുള്ള കാറ്റുകൾ അടിക്കുന്നത് അരാവലിക്ക് സമാന്തരമായിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നില്ല, മഴ പെയ്യുന്നില്ല. തിരിച്ച് ബംഗാൾ ഉൾക്കടൽ ശാഖയിൽ നിന്നുള്ള കാറ്റുകൾ, അതായത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന അരാവലി പർവ്വതനിര പിടിച്ചു നിർത്തുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മഴ പെയ്യിക്കുന്ന സൈഡ് എന്താണ്, തിരിഞ്ഞാണെന്നേ ഉള്ളൂ. ഥാർ മരുഭൂമിക്ക് എതിരെയുള്ള പ്രദേശത്താണ് മഴ പെയ്യിക്കുന്നത്. ഥാർ മരുഭൂമിയുള്ള വടക്ക് പടിഞ്ഞാറൻ ഏരിയയിൽ എന്ത് ചെയ്യുന്നില്ല, മഴ പെയ്യിപ്പിക്കുന്നില്ല. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഭൂമിശാസ്ത്രപരമായി ധാർ മരുഭൂമിയെ 2 പ്രധാന വിഭാഗങ്ങളായിട്ട് തിരിക്കാം. ധാർ മരുഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള തരംതിരിവാണ് പറയാൻ പോകുന്നത്. ഏതൊക്കെയാണ്? ഒന്ന് മരുസ്ഥലി എന്ന് പറയും, അടുത്തത് രാജസ്ഥാൻ ബാഗർ. ഓക്കെ, മരുസ്ഥലി എന്ന് പറഞ്ഞാൽ വരണ്ട സമതലം അല്ലെങ്കിൽ യഥാർത്ഥ മരുഭൂമി പ്രദേശം. ഓക്കെ, മരുസ്ഥലി. ഓക്കെ, മരുസ്ഥലിയും ബാഗറും കേട്ട് കാണുന്നത്. മരുസ്ഥലി ബാഗർ അല്ലെങ്കിൽ രാജസ്ഥാൻ ബാഗർ എന്നാണ് പറയുന്നത്. മരുസ്ഥലി എന്ന് പറഞ്ഞാൽ വരണ്ട സമതലം അല്ലെങ്കിൽ എന്താണ്, അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല. രാജസ്ഥാൻ ബാഗർ എന്ന് പറഞ്ഞാൽ എന്താണ്, മരുഭൂമി മേഖല അഥവാ അർദ്ധവരണ്ട സമതലം. അർദ്ധവരണ്ട സമതലങ്ങളെയാണ് നമ്മൾ രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. യഥാർത്ഥ മരുഭൂമി മേഖലയാണെങ്കിൽ അത് മരുസ്ഥലി എന്ന് പറയും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി എന്താ എഴുതിയേക്കുന്നത്? മരുസ്ഥലി എന്താണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഒരു മിനിറ്റ്. അതിന് മുമ്പ് ഇവിടെ ഒരു പെട്ടിക്കകത്ത് എന്ത് കൊടുത്തേക്കുന്നത് നോക്കാം. ഗ്രാനൈറ്റ്, പലതരത്തിലുള്ള കല്ലുകളെ പറ്റിയാണ്. കല്ലാണെന്നോന്ന് വായിക്കാം. ഭൗമോപരിതലത്തിലെത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തർഭാഗത്ത് വെച്ച് തണുത്തുറഞ്ഞു രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാനൈറ്റ് ശിലകൾ എന്ന് പറയുന്നത്. ഗ്രാനൈറ്റ് കേട്ടിട്ടുണ്ടോ? ഈ വീട്ടിൽ തന്നെ തോന്നുന്നു. മീൻസ് നമ്മൾ ഗ്രാനൈറ്റ്, ടൈൽസ്, അതുപോലെ വേറെന്തോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കേട്ടിട്ടില്ല. അതൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള കല്ലുകളാണ്. ഓക്കെ, ഗ്രാനൈറ്റ് കല്ലാണ്. ടൈൽസ് എന്തുവാണെന്ന് എനിക്ക് വലിയ പിടുത്തമില്ല.
ഓക്കെ, അപ്പം ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ കല്ല് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കല്ല് എങ്ങനെ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുവാ, ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് മാഗ്മ ഭൗമാന്തര ഭാഗത്ത്, അതായത് ഭൂമിക്ക് അകത്ത് വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു, തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന പരൽ രൂപ ശിലകളാണ് ഗ്രാനൈറ്റ് ശിലകൾ എന്ന് പറയുന്നത്. പരലാണിത്. ഓക്കെ, പരൽ രൂപ ശിലകളാണ്. പിന്നെ എഴുതിയിരിക്കുന്നത് എന്താണ്, നൈസ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അതെന്താണ്, ഗ്രാനൈറ്റ് ശിലകൾ ഏതാണ് ആദ്യം അപ്പോൾ ഉണ്ടായത്, എന്തുവാ, ഈ പറയുന്ന മാഗ്മ ഭൗമാന്തർ ഭാഗത്ത് തണുത്തുറഞ്ഞ് ഏത് രൂപം കൊള്ളുന്നു, പരൽ രൂപത്തിലുള്ള ഗ്രാനൈറ്റ് ശിലകൾ രൂപപ്പെടുന്നു. ഈ നൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാനൈറ്റ് ശിലകൾ ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ രൂപം കൊള്ളുന്ന ശിലകളാണ് നൈസുകൾ. അപ്പം ഗ്രാനൈറ്റിന് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്, നൈസ് ഉണ്ടാകുന്നത്. ഗ്രാനൈറ്റിന് എന്ത് സംഭവിക്കുന്നു, ഉയർന്ന താപനിലയിലും മർദ്ദത്തിലും ഒക്കെ എന്ത് ചെയ്യുന്നു, പല മാറ്റങ്ങൾക്ക് ഗ്രാനൈറ്റ് വിധേയമാകുന്നു. അതുമൂലം ഉണ്ടാകുന്ന ശിലകളാണ് എന്ത്, നൈസുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഷിസ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്താണ്, മുഖ്യമായും അവസാദ ശിലകൾക്ക് കായാന്തരീകരണം ഉയർന്ന താപമർദ്ദ മാറ്റങ്ങൾ സംഭവിച്ച് രൂപം കൊള്ളുന്ന ശിലകളാണ് ഷിസ്റ്റുകൾ എന്ന് പറയുന്നത്. മുഖ്യമായ അവസാദ ശിലകൾക്കാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പറയുന്ന കായാന്തരീകരണം. കായാന്തരീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്, താപമർദ്ദ വ്യത്യാസങ്ങൾ മൂലം ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അത് സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് ഷിസ്റ്റുകൾ. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നൈസുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാനൈറ്റിന് എന്താണ്, ഉയർന്ന താപനില അതുപോലെ തന്നെ മർദ്ദമാറ്റങ്ങൾക്ക് വിധേയമാകുമ്പോൾ ഉണ്ടാകുന്ന ശിലകളാണ് നൈസുകൾ എന്ന് പറയുന്നത്. പറയുന്ന ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭൗമോപരിതലത്തിൽ എത്തുന്നതിന് മുമ്പ് മാഗ്മ എന്ത് ചെയ്യുന്നു, ഭൗമാന്തർ ഭാഗത്ത് വെച്ചിട്ട് തണുത്തു ഉറഞ്ഞ് പരലുകൾ പോലെ രൂപപ്പെടുന്നു. ആ പരൽ രൂപ ശിലകളാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് അഡീഷണൽ കണ്ടുകൊണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ വിട്ടുപോകുന്നതിൻ്റെ കാര്യം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും എങ്ങോട്ട് പോവാം, നമ്മുടെ ഥാർ മരുഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള 2 വിഭാഗങ്ങളിലേക്ക് പോവാം. അതിലെന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, മരുസ്ഥലി ഉണ്ട്, ബാഗറും ഉണ്ട്. മരുസ്ഥലി എന്ന് പറഞ്ഞാൽ വരണ്ട സമതലം അഥവാ യഥാർത്ഥ മരുഭൂമി മേഖല. അതുപോലെ രാജസ്ഥാൻ ബാഗർ എന്ന് പറഞ്ഞാൽ അർദ്ധ മരുഭൂമി മേഖല അഥവാ അർദ്ധ വരണ്ട സമതലം. ഓക്കെ, ഒരു മിനിറ്റ്, എന്ത് ചെയ്ത് ആരെങ്കിലും ഉണ്ടോ നോക്കണമല്ലോ. ഓക്കെ, ആരെങ്കിലും ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ മരുസ്ഥലി എന്താണെന്ന് നോക്കാം. എന്താ മരുസ്ഥലി, ഗ്രാനൈറ്റ്. ഓക്കെ, ഇതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ഒരു പെട്ടി കൊടുത്തിരുന്നത്. ഓക്കെ, ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പുകളാണ് മരുസ്ഥലി. എന്ത് പറഞ്ഞെ, ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പുകളാണ് മരുസ്ഥലി. ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ തുടർച്ചയായി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമി എവിടെയാണ് ആയിരുന്നു, നമ്മൾ ആ പിക്ചർ എടുത്ത് നോക്കാം. എവിടെ ഉപദ്വീപീയ പീഠഭൂമി, ഇതാണ് ഈ ഭാഗത്ത് ഇറങ്ങുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കഥ നമ്മൾ ഇതിന് മുമ്പത്തെ സെക്ഷനിൽ പഠിച്ചതാണ്. അപ്പോൾ അതിൽ കാണപ്പെടുന്ന കുറേ ശിലകളുടെ കാര്യമൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ടാകും. കുറേ ടൈപ്പ് ശില പഠിച്ചായിരുന്നു. എല്ലാം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രശ്നമാവും, അതുകൊണ്ട് ചോദിക്കുന്നില്ല. എനിക്കും ഇച്ചിരി ഓർമ്മ കുറവുണ്ട്, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കോണേ ഏതൊക്കെ ശില ഉണ്ടെന്ന്. അപ്പോൾ അവർ പറയുന്നത് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ തുടർച്ചയായി കാണപ്പെടുന്നു. ഇവിടുത്തെ അടിസ്ഥാന ശിലകൾ എന്ന് പറയുന്നത് വടക്ക് പടിഞ്ഞാറൻ തുടർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പറയുന്ന പീഠഭൂമി പ്രദേശം വടക്ക് പടിഞ്ഞാറോട്ട് പോകുമ്പോൾ, അതായത് ഇത് ഈ ഭാഗത്തല്ലേ കാണപ്പെടുന്നത്, അതിൻ്റെ ഈ വടക്ക് പടിഞ്ഞാറോട്ട് പോകുന്ന ആ ഒരു തുടർച്ചയായിട്ട്, അതായത് ഈ ഭാഗത്ത് കാണപ്പെടുന്ന കല്ലുകളും മണ്ണുകളും ഒക്കെ ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു തുടർച്ചയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രദേശങ്ങളിൽ ധാർ മരുഭൂമിയിലൊക്കെ ഉള്ള ശിലകൾ കാണപ്പെടുന്നതെന്ന്. ഓക്കെ, അത്രേ ഉള്ളൂ, വലിയ കഥയൊന്നുമുള്ള കേസല്ല. ബാക്കി എന്താ പറയുന്നത്, ഈ പ്രദേശത്തെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ്. അപ്പോൾ 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ് എന്ത്, ഈ പറയുന്ന മരുസ്ഥലി പ്രദേശത്തെ ഉയരം. അതായത് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെ ഉയരത്തിലാണ് മരുസ്ഥലി പ്രദേശം കാണപ്പെടുന്നത്. എന്തൊക്കെ തരത്തിലുള്ള ശിലകളുണ്ട് അവിടെ, ഈ പറയുന്ന ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയ ശിലകളാൽ നിർമ്മിതമായിട്ടുള്ള എന്താണ്, അങ്ങിങ്ങായിട്ട് കിടക്കുന്ന ഉയർന്ന ഈ ശിലകൾ അങ്ങിങ്ങായിട്ട് കിടക്കുന്ന എന്താണ്, അതിവിശാലമായിട്ടുള്ള മണൽപ്പരപ്പാണ് നമ്മുടെ മരുസ്ഥലി എന്ന് പറയുന്ന മണൽപ്പരപ്പാണ്. ഇനി എന്താ ചെയ്തിരിക്കുന്നത്, പൊതുവെ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം കെട്ടുകൾ നിറഞ്ഞതാണ്. അപ്പോൾ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം എന്താണ്, പാറക്കെട്ടുകളാണ് കാണപ്പെടുന്നത്. എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷതയാണ്. അപ്പോൾ നമ്മൾ ഈ മരുസ്ഥലി പ്രദേശം ഇങ്ങനെ എടുക്കുകയാണെന്ന് വെച്ചോ, ഇതിപ്പം രാജസ്ഥാനിൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടോ എന്തോ, അതാണ്ട് ഇവിടെ ഉണ്ട്. ഈ പിക്ചർ നോക്കിയാൽ രാജസ്ഥാൻ ഭൂമിശാസ്ത്രപരമായ വർഗീകരണം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ള് കഴിഞ്ഞിട്ടായിരിക്കും ഒരു അരാവലി മേഖല കൊടുത്തിരിക്കുന്നുണ്ടാ,
അതായത് ഈ ക്രോസ് ഉള്ള ഏരിയയാണ് അരാവലി മേഖല. ഇത് അടുത്തത് കനാൽ മേഖല എന്നും കുറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതായത് ഇവിടെ. ഇനി അടുത്ത് കൊടുത്തേക്കുന്ന ചമ്പൽ മേഖല ഇവിടെ. കിഴക്കൻ കൃഷി അധിഷ്ഠിത മേഖല ഇവിടെ, ഈ കിടക്കുന്ന ഏരിയ. പിന്നെ അർദ്ധവരണ്ട മേഖല, അതായത് രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത് എവിടെയാണ്? അതുകൊണ്ട് ഈ ഭാഗത്തെയാണ്. കണ്ടോ ഈ കിടക്കുന്ന ഏരിയ കണ്ടോ, ഇതിനെയാണ് അർദ്ധവരണ്ട മേഖല അഥവാ രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത്. തെക്ക് കിഴക്കൻ മേഖല എന്ന് പറയുമ്പോൾ ഈ ഭാഗം ഇവിടെ. ഇനി അടുത്തത് പടിഞ്ഞാറൻ വരണ്ട മേഖല മരുസ്ഥലി എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന ഭാഗമാണ് എന്ത്, നമ്മൾ ഈ പറയുന്ന ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മരുസ്ഥലി ഏരിയ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഓക്കെ, ഈ കിടക്കുന്ന ഭാഗം. അപ്പോൾ അതിൻ്റെ എന്തുവാണ് മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗം, അതായത് കിഴക്കെന്ന് പറയുമ്പോൾ എങ്ങോട്ട് വരും? ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. ഓക്കെ, കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഈ ഭാഗം, അതാണ് ഇവിടെ. ഓക്കെ, ഈ മരുസ്ഥലിയുടെ കിഴക്ക് ഭാഗത്ത് എന്താണ്? പാറക്കെട്ടുകളാണ്. ഓക്കെ, എന്നാൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ എവിടെയാണ്? പടിഞ്ഞാറ് ഭാഗത്താണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് എന്ത് വരുന്നത്? പടിഞ്ഞാറ് ഭാഗത്താണ്, അതായത് ഈ ഭാഗത്താണ് എന്ത് വരുന്നത്? നമ്മുടെ മണൽക്കൂനകൾ, സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ കാണപ്പെടുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പോൾ മരുസ്ഥലി എന്ന് പറയുന്നത് ഈ റീജിയൻ ആണ്. എവിടെ? രാജസ്ഥാനിലുള്ള മരുസ്ഥലിയുടെ ഏരിയയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് എന്താണ് കാണപ്പെടുന്നത്? അത് യഥാർത്ഥ എന്തെന്നാണ് പറയുന്നത്? മരുഭൂമി പ്രദേശമാണ് മരുസ്ഥലി, അല്ലെങ്കിൽ പടിഞ്ഞാറൻ വരണ്ട മേഖല, അല്ലെങ്കിൽ എന്തോ പറയുക, വേറെന്തോ ഒരു പേരൂടെ ഉണ്ടായിരുന്നല്ലോ അതിന്, വരണ്ട സമതലം അല്ലെങ്കിൽ യഥാർത്ഥ മരുഭൂമി മേഖല എന്നൊക്കെ പറയുന്ന ഏരിയയാണ് ഈ മരുസ്ഥലി എന്ന് പറയുന്നത്. ഓക്കെ, മരുസ്ഥലി. അപ്പോൾ ആ മരുസ്ഥലിക്കകത്ത് പടിഞ്ഞാറ് ഭാഗത്ത് എന്തെന്നാണ്? പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ കാണപ്പെടുന്നു. അതുപോലെ കിഴക്ക് ഭാഗത്ത് പാറക്കെട്ടുകൾ കാണപ്പെടുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തെ സവിശേഷത പറഞ്ഞു. ഇനി ഇത്തരം മണൽക്കൂനകൾ പ്രാദേശികമായി ഡ്രിയാൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ദ്രിയാൻ. ഓക്കെ, അപ്പോൾ ദ്രിയാൻ എന്നറിയപ്പെടുന്നത് എന്തുവാ? ഈ പറയുന്ന മണൽക്കൂനകൾ ആണ് കേട്ടോ. ഇത്തരം മണൽക്കൂനകൾ, അതായത് ഈ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകളില്ലേ, അതിനറിയപ്പെടുന്ന പേരാണ് എന്ത്? ദ്രിയാൻ എന്ന്. ഓക്കെ, വെറൈറ്റി പേരാ, പിള്ളേർക്കൊക്കെ ഇടാം. ദ്രിയാൻ മണൽക്കൂനയുടെ പേരാണേ. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? വേറെ എന്തൊക്കെ പഠിച്ച്? 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെ സമുദ്രനിരത്തിൽ നിന്നും ഉയരത്തിൽ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് എന്ത്? മരുസ്ഥലി പ്രദേശം എന്ന് പറയുന്നത്. ഇവിടെ കാണുന്നത് എന്തുവാണ്? ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പുകളാണ്. ഈ തടശിലകൾ എന്തുവാണെന്ന് ഇത്തരത്തിലുള്ളതാണ്. ഇൻ ജോഗ്രഫി ബെഡ്റോക്ക് റെഫേഴ്സ് ടു ദ സോളിഡ് unweathered rock that lies beneath the surface materials like soil and other loose deposit. അതായത് ഇതിൻ്റെ അടിയിലായിരിക്കും, അതായത് ഈ പറയുന്ന പാറയ്ക്ക് മുകളിലാണ് ഈ മണ്ണ് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഈ മണ്ണിനടിയിൽ ഇത്തരത്തിലുള്ള പാറകളാണ് കാണപ്പെടുന്നത്. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞു? ഗ്രാനൈറ്റ് വരുന്നുണ്ട്, അതുപോലെ നൈസ് അങ്ങനെ എന്തൊരു സംഭവം വരുന്നുണ്ട്, അത് ഷിസ്റ്റ് വരുന്നുണ്ട്. ഇതെല്ലാം എന്തിൽ വരുന്നുണ്ട്? ഈ തരത്തിലുള്ള പാറക്കൂട്ടങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏതാണ്ട് ഇത്തരം ഈ ഒരു പാറക്കാരത്തിൻ്റെ പാറയുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാറയുടെ മുകളിൽ കൂടെയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ പറയുന്ന മണ്ണ് മൂവ് ചെയ്യുന്നത്. ഏതിൻ്റെ കേസിൽ? നമ്മുടെ മരുഭൂമി പ്രദേശങ്ങളുടെ കാര്യമാണേ. ഓക്കെ, എനിക്ക് അതിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചെക്ക് ചെയ്തതാണ്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകുമ്പം എന്താണ്? നമ്മുടെ മരുസ്ഥലി ഓക്കെ ആയില്ലേ? രാജസ്ഥാനിൻ്റെ എന്താണ്? ഭൂപ്രകൃതിയല്ല, രാജസ്ഥാനിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, മരുസ്ഥലിയും രാജസ്ഥാൻ ബാഗറും. മരുസ്ഥലി എന്ന് പറയുമ്പോഴത്തേക്ക് സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്? എത്ര ഹൈറ്റായിരുന്നു? 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെ ഉള്ള ഉയരത്തിലാണ് എന്ത് കാണപ്പെടുന്നത്? ഈ പറയുന്ന മരുസ്ഥലി കാണപ്പെടുന്നത്. ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയ ശിലകൾ അടങ്ങിയ തടശിലകൾ കൊണ്ട് നിർമ്മിതം, അത് അവിടെ അങ്ങിങ്ങായിട്ട് ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായിട്ടുള്ള മണൽപ്പരപ്പാണ് നമ്മുടെ മരുസ്ഥലി എന്ന് പറയുന്നത്. മരുസ്ഥലിയുടെ ഏത് ഭാഗത്താണ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അനങ്ങിക്കൊണ്ടിരിക്കുന്ന, അത് തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന മണൽക്കൂനകൾ കാണപ്പെടുന്നത്? ഏത് ഭാഗത്താണ്? പടിഞ്ഞാറ് ഭാഗത്താണ് അതോ കിഴക്ക് ഭാഗത്താണ്? പടിഞ്ഞാറ് ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന എന്തെന്നാണ് നിരന്തരം സ്ഥാനമാറ്റം സംഭവിച്ചിരിക്കുന്ന മണൽക്കൂനകൾ കാണപ്പെടുന്ന. മണൽക്കൂനയുടെ പേരെന്ത് വരുന്നത്? ദ്രിയാൻ എന്നായിരുന്നു. ദ്രിയാൻ കേട്ടോ. ഇനി അതിൻ്റെ കിഴക്ക് ഭാഗത്താണ് എന്തുള്ളത്? പാറക്കെട്ടുകൾ കാണപ്പെടുന്നത്. ഇനി നമുക്ക് രാജസ്ഥാൻ ബാഗറിലോട്ട് വരാം. രാജസ്ഥാൻ ബാഗർ എന്ന് പറയുമ്പോൾ എവിടെയാണ് രാജസ്ഥാൻ ബാഗർ? ഏതാണ്ട് ഈ കാണുന്ന അർദ്ധവരണ്ട മേഖല രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഏരിയയാണ്. ഏതാണ്ട് ഇത് ഈ കാപ്പിപ്പൊടി കളർ കാണുന്നുണ്ട്, ഇതാണ് ഏരിയ. അരാവലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്കൻ ഭാഗം ഒരു അർദ്ധവരണ്ട സമതലമാണ്. ഇതാണ് നമ്മുടെ മരുഭൂമി പ്രദേശം. രാജസ്ഥാൻ ഇത് ടോട്ടലി രാജസ്ഥാനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വീണ്ടും പിക്ചറിൽ പോവാം. എവിടെ?
അതായത് ഇതിൽ ആരവലി നിരതാ ഇവിടെ. ഇത് രാജസ്ഥാനിൻ്റെ ഏകദേശം തൻ്റെ ഈ മാപ്പ് എടുക്കുമ്പോൾ ഇങ്ങനെ പോകുന്നതാണ്ട് ഇത് ഇത്രയും എന്താണ് ഇവിടം വരെ നമ്മളെ ഗുജറാത്താണ്. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് എന്ത് ചെയ്തേക്കുന്നത് രാജസ്ഥാൻ പോകുന്നത്. മാപ്പ് വേണം ഇവിടെ. ഇന്ത്യയുടെ മാപ്പിൻ്റെ ആവശ്യമുണ്ടോ? ഏകദേശം ഒരു എന്താണ് അതിൻ്റെ റീജിയൻ അറിയത്തില്ലേ? അപ്പോൾ നമ്മൾ എന്തുവാ പറഞ്ഞേക്കുന്നത്, ഈ കൊടുത്തിരിക്കുന്ന രാജസ്ഥാൻ കംപ്ലീറ്റ് ആണ്. ആ രാജസ്ഥാനിൽ കുറേ ഭാഗത്ത് എന്താണ്, രാജസ്ഥാൻ്റെ ഭാഗത്താണ് നമ്മുടെ ആരാവലി നിരകൾ വരുന്നത്. വേണമെങ്കിൽ ഒരു മാപ്പ് എടുത്ത് നോക്കാം. അരാവലി റേഞ്ച് ആണ്ടാ നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് വേണ്ട ഈ പോകുന്ന റീജിയനാണ് അരാവലി റേഞ്ച് എന്ന് പറയുന്നത്. ഇത് ടോട്ടലി ഇതാണ്ട ഈ ബൗണ്ടറി ആണെന്നുണ്ടോ? ആണ്ട ഇത് ഈ കിടക്കുന്നതിൽ ഇത് ഇവിടം വരെ ഇതെല്ലാം എന്താണ് നമ്മുടെ ഈ പറയുന്ന രാജസ്ഥാനിലാണ് വരുന്നത്. ഈ പറയുന്ന അരാവലിയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് നമ്മുടെ എന്ത് ഥാർ മരുഭൂമി. അരാവലിയുടെ ഇപ്പുറത്തെ ഭാഗത്ത് എന്തുണ്ട്, രാജസ്ഥാൻ്റെ ഭാഗങ്ങളുണ്ട്. ഓക്കെ, ആ ഒരു ഇതാണ് ആ പിക്ചർ കാണിക്കുന്നത്. എവിടെ പിക്ചർ കണ്ടോ? ഇതിൽ ഇങ്ങനെ പോയിരിക്കുന്ന ഇതിൽ അരാവലി മേഖല എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഇവിടെ മേഖലയുണ്ട്. പിന്നെ ഇപ്പുറത്ത് കനാൽ മേഖല എന്ന് പറഞ്ഞൊരു മേഖല കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇത്രയും ഭാഗത്താണ് എന്ത് വരുന്നത്, ഈ കിടക്കുന്ന ഡാർക്ക് ഏരിയയാണ് നമ്മുടെ, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ധാർ മരുഭൂമി എന്ന് പറയുന്നത്. ബാക്കി ഇപ്പുറത്തെ സ്ഥലത്ത് എന്താണ് തെക്ക് കിഴക്കൻ മേഖലയും അതുപോലെ തന്നെ എന്താണ് വേറെ ഏതോ ഒരു മേഖലയും കൂടെ പറഞ്ഞല്ലോ, ചമ്പാൽ മേഖല എന്നൊക്കെ പറഞ്ഞ് എന്താണ് ചമ്പൽ മേഖല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അരാവലി പർവ്വതനിര വ്യാപിച്ചിരിക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. അരാവലി പർവ്വതനിര വ്യാപിച്ചിടക്കുന്ന ഏരിയ കണ്ടല്ലോ, അതുകൊണ്ട് ഈ ഭാഗത്തായിരിക്കും അരാവലി പർവ്വതനിര വരുന്നത്. അത് വ്യാപിച്ചു കിടക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗം, സ്ഥലം തിരിഞ്ഞു പോകരുത്, ഇതാണ് ഥാർ മരുഭൂമി, അതിൻ്റെ കിഴക്ക് ഭാഗമാണ്. ഓക്കെ, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പോൾ ഇതിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഇത് ഈ ഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത് ഇവർ. ഓക്കെ, ഥാർ മരുഭൂമി ഇത്രയും ഭാഗം കൊണ്ട് കിടക്കുന്ന ഈ ഭാഗത്താണ് എന്ത് വരുന്നത്, അരാവലി നിരകൾ വരുന്നത്. ഓക്കെ, ആ നിരകളുടെ അരാവലി പർവ്വതനിര വരെ വ്യാപിച്ചിരിക്കുന്ന, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പറയുന്നത്, വ്യാപിച്ചിരിക്കുന്ന ഥാർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗം, ഇത് ഥാർ മരുഭൂമിയാണ്, അതിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ ഇത് ആ വ്യാപിച്ചിരിക്കുന്ന ആ പറയുന്ന ധാർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗം ഒരു അർദ്ധ വരണ്ട സമതലമാണ്. ഈ പ്രദേശമാണ് എന്ത്, രാജസ്ഥാൻ ബാഗർ. അപ്പോൾ ആ പ്രദേശത്തെയാണ് എന്ന് വിളിക്കുന്നത്, രാജസ്ഥാൻ ബാഗർ എന്ന് വിളിക്കുന്നത്. ഇനി ഹ്രസ്വകാല നീരൊഴുക്കുള്ള നിരവധി അരുവികൾ അരാവലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പ്രദേശങ്ങളിലൂടെ ഒഴുകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പ്രദേശം, അതായത് ഈ പറഞ്ഞ നമ്മുടെ അർദ്ധ വരണ്ട മേഖലയില്ലേ, അല്ലെങ്കിൽ രാജസ്ഥാൻ ബാഗറില്ലേ, അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ചില നദികൾ അല്ലെങ്കിൽ അരുവികൾ ഒഴുകുന്നുണ്ട്. ഹ്രസ്വകാല നീരൊഴുക്കുള്ള, ഹ്രസ്വകാലം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ സമയവും എന്തില്ല, നീരൊഴുക്കില്ല, എങ്കിലും ചില സമയങ്ങളിലൊക്കെ എന്തുണ്ട്, നീരൊഴുക്കുണ്ട്. അത്തരത്തിലുള്ള അരുവികൾ എവിടെ ഉണ്ട്, അരാവലി പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ചു. അതായത് ഈ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് എങ്ങോട്ട് ഒഴുകുന്നുണ്ട്, ഈ പറയുന്ന നമ്മുടെ അർദ്ധ വരണ്ട പ്രദേശമായിട്ടുള്ള രാജസ്ഥാൻ ബാഗറിലേക്ക് ഒഴുകുന്നുണ്ട്. ഓക്കെ, ഇത് രോഹി എന്ന് അറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂഷ്ടമായ തുരുത്തുകളിൽ കൃഷി സാധ്യമാക്കുന്നു. അതായത് ഈ പറയുന്ന അരുവികളുടെ സാന്നിധ്യം അവിടുത്തെ ഒരു ഏരിയയാണ് ഈ പറയുന്ന രോഹി എന്ന് പറയുന്നത്. രോഹി എന്നറിയപ്പെടുന്ന ഇവിടുത്തെ ഫലഭൂഷ്ടമായിട്ടുള്ള തുരുത്തുകളിൽ കൃഷി സാധ്യമാകുന്നു. എവിടത്തെ, ഈ പറയുന്ന രാജസ്ഥാൻ ബാഗറിലെ ഫലഭൂഷ്ടമായിട്ടുള്ള തുരുത്തുകളാണ് ഏത്, ഈ പറയുന്ന രോഹി എന്ന് പറയുന്നത്. ആ പ്രദേശങ്ങളിൽ കൃഷി സാധ്യമാക്കുന്നത് അരാവലി പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹ്രസ്വകാല അരുവികളാണ്. ഹ്രസ്വകാല നീരൊഴുക്കുള്ള അരുവികളാണ് എന്ത് ചെയ്തേക്കുന്ന രോഹി എന്നറിയപ്പെടുന്ന രാജസ്ഥാൻ ബാഗർ പ്രദേശത്തെ തുരുത്തുകളിൽ എന്ത് ചെയ്യുന്ന കൃഷിക്ക് സഹായിക്കുന്നത്. കുഴപ്പമില്ലല്ലേ. ഇനി ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന ഇവിടുത്തെ പ്രധാന നദിയായ ലൂണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ്. അതായത് ലൂണി ഒരു പ്രധാന നദിയാണ്. ലൂണി തീരത്തെ കൃഷി ഇടമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ലൂണി എന്ന് പറഞ്ഞത് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന നദിയാണ്. അതായത് നമ്മുടെ ഈ പറയുന്ന ഇതിന് കണ്ടിന്യൂസ് ആയിട്ടാണ് എന്ത് വരുന്നത്, നമ്മുടെ രാജസ്ഥാൻ വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് എങ്ങോട്ടൊഴുകുന്ന രാജസ്ഥാനല്ല ഗുജറാത്ത് വരുന്നത്. ഗുജറാത്തിലേക്ക് ഒഴുകുന്ന, ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മേഖലയിലേക്ക് ഒഴുകുന്ന പ്രധാന
ഇവിടത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ രാജസ്ഥാൻ ഭാഗത്തിലെ പ്രധാന നദിയായ ലൂണി പോലും കാലികമായി മാത്രം നീരൊഴുക്കുള്ള നദിയാണ്. അപ്പോൾ അതിലും എന്തില്ല, എല്ലാ സമയത്തും വെള്ളമില്ല, കാലികമായിട്ട് മാത്രമേ അതായത് പ്രത്യേക കാലങ്ങളിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ആ നദിയിലും വെള്ളമുള്ളൂ. ലൂണി നദിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് താലി എന്നറിയപ്പെടുന്നു. അപ്പോൾ ലൂണിയുടെ വടക്ക് ഉള്ള മണൽപ്പരപ്പിനെ എന്തെന്നറിയപ്പെടുന്നു, താലി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ രോഹി ആരായിരുന്നു? രോഹി എന്ന് പറയുന്നത് രാജസ്ഥാൻ ഭാഗ പ്രദേശങ്ങളിൽ ഫലഭൂഷ്ടമായിട്ടുള്ള തുരുത്തുകളെയാണ് എന്ന് പറയുന്നത് രോഹി എന്ന് പറയുന്നത്. ഈ തുരുത്തുകളിൽ കൃഷിക്ക് സാധ്യമാകാനുള്ള കാരണം എന്താണ്? അരാവലിയിൽ നിന്ന് ഉത്ഭവിക്കപ്പെടുന്ന ഹ്രസ്വകാല നീരൊഴുക്കുള്ള അരുവികളാണ്. ഇനി നമ്മുടെ രാജസ്ഥാൻ ഭാഗ പ്രദേശത്ത് നിന്നും ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലേക്ക് ഒഴുകി വരുന്ന പ്രധാന നദിയാണ് ഏത്? ലൂണി. ലൂണിയുടെ വടക്കുള്ള മണൽപ്പരപ്പ് എന്തെന്നറിയപ്പെടുന്നു? താലി എന്നറിയപ്പെടുന്നു. ലൂണിയുടെ എന്താണ് വടക്കുള്ള മണൽപ്പരപ്പിന്റെ പേരാണ് എന്ത്? താലി എന്നറിയപ്പെടുന്നത്. പിന്നെ ലൂണിയെ കണ്ടുപിടിക്കണ്ടേ? ലൂണി എന്തുവാണ്? എല്ലാ സമയത്തുള്ള നദിയല്ല, അത് കാലികമായിട്ട് മാത്രം വർക്കാവുന്ന ഒരു നദിയാണ്. അതാണ്ട് ഇവിടെ താർ മരുഭൂമി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലൂണി റിവറാണ് ഈ കൊടുത്തേക്കുന്നത്. ഈ പോകുന്ന നീല ലൈൻ അതെവിടെ വന്നു? ഗ്രേറ്റ് റാൻ ഓഫ് കച്ചിൽ വന്ന് എൻഡ് ചെയ്യുന്നതായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇവിടെ ഉള്ളത് ആരവല്ലി മലനിരകളാണ്. അപ്പോൾ ഈ രണ്ടിനും ഇടയ്ക്ക് താർ മരുഭൂമിക്കും ആരവല്ലിക്കും ഇടയിലുള്ള പ്രദേശമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ രാജസ്ഥാൻ ബാഹർ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് എന്ത് വരുന്നത്? അവിടെയാണ് ഈ പറഞ്ഞ ലൂണി നദി ഉത്ഭവിച്ച് നമ്മുടെ ഈ റാൻ ഓഫ് കച്ചിൽ, ഗുജറാത്തിൻ്റെ റാൻ ഓഫ് കച്ചിൽ വന്ന് എൻഡ് ചെയ്യുന്നതാണ് ലാസ്റ്റ് എൻഡിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വായിച്ചു നോക്കാം. അജ്മീറിനടുത്ത് അരാവലി പർവ്വതനിരയിൽ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? നമ്മുടെ ലൂണി നദി ഉത്ഭവിക്കുന്നത്. അതാണ് നമ്മളിപ്പോൾ കണ്ടത്. മഴക്കാലത്ത് മാത്രമേ ഈ നദിയിൽ നീരൊഴുക്ക് ഉണ്ടാകാറുള്ളൂ. മഴ പെയ്യുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ പറയുന്ന നദിയിൽ എന്തുള്ളൂ? നീരൊഴുക്ക് ഉള്ളു. ഇനി ലിൽറി, സുക്രി, ജവായി തുടങ്ങിയവയാണ് പ്രധാന പോഷക നദികൾ. അപ്പോൾ ലൂണിയുടെ പോഷക നദികളൊന്ന് ഓർത്തു വെച്ചേക്കണം. എന്താണ്? ലിൽറി, സുക്രി, ജവായി. ഓക്കെ, ലിൽറി, സുക്രി, ജവായി എന്നിവയാണ് ലൂണി നദിയുടെ പോഷക നദികൾ. ഓക്കെ, പ്രധാന പോഷക നദികളാണ്. ഉപ്പു നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ലഭിച്ചത്. അപ്പം ലവണവാരി എന്ന് പറഞ്ഞ വാക്ക് എന്താണ്? സംസ്കൃത പദമാണ്. അതിൽ നിന്നാണ് ഉപ്പു നദി എന്ന മീനിങ്ങിൽ ലൂണി എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഏകദേശം 482 കിലോമീറ്റർ ദൂരം പിന്നിട്ട് ഈ നദി റാൻ ഓഫ് കച്ചിൽ ഒഴുകിത്തീരുന്നു. അപ്പോൾ അതായത് റാൻ ഓഫ് കച്ച് എന്ന് പറയുന്നത് ഗുജറാത്തിലാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? എൻഡ് ചെയ്യുന്നത്. അപ്പം എവിടാണ് ആരംഭിക്കുന്നത്? അത് അജ്മീറിനടുത്ത് അരാവലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മഴയുള്ള സമയത്ത് മാത്രമേ ഒഴുക്ക് കാണത്തുള്ളൂ. എവിടെ എൻഡ് ചെയ്യുന്നു? നമ്മുടെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ എൻഡ് ചെയ്യുന്നു. ലവണവാരി അഥവാ ഉപ്പു നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന പദത്തിൽ നിന്നാണ് ലൂണി എന്ന പേര് നദിക്ക് ലഭിച്ചിട്ടുള്ളത്. ലവണവാരി എന്ന് പറയുന്നത് സംസ്കൃത പദത്തിൽ നിന്നാണ്. പിന്നെ അതിൻ്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ലിൽറി ഉണ്ട്, അതുപോലെ സുക്രി ഉണ്ട്, ജവായി ഉണ്ട്. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. നമുക്ക് ബാക്കി നോക്കാം. രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് ധാരാളം ഉപ്പ് തടാകങ്ങളുണ്ട്. എവിടെയാണ്? ഇനി ബാഗർ പ്രദേശത്തിൻ്റെ ബാക്കി കാര്യമാണ് പറയുന്നത്. അതിൽ പ്രധാനമാണ് സാംഭർ തടാകം. സാംഭർ തടാകം കേട്ടിട്ടുണ്ടോ? സാംഭർ തടാകം ഈ മേഖലയിലെ ഏറ്റവും വലിയ തടാകമായ സാംഭർ തടാകം ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. അപ്പം മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി കൈവരിക്കുന്ന ഈ തടാകം വരൾച്ചാ കാലത്ത് ഗണ്യമായി ചുരുങ്ങുന്നു. ദിദ്വാന, സർഗോൾ, കാത്തു എന്നിവയാണ് മറ്റ് പ്രധാന തടാകങ്ങൾ. അപ്പോൾ ഉപ്പ് തടാകങ്ങളുള്ള ഒരു ഏരിയയാണത്. കൂടുതൽ ഉപ്പ് തടാകങ്ങൾ കാണപ്പെടുന്ന ഒരു ഏരിയയാണ്. അതിൽ പ്രധാനപ്പെട്ട ഉപ്പ് തടാകം ഏതാണ്? സാംഭർ തടാകമാണ്. ഈ മേഖലയിലെ ഏറ്റവും വലിയ ഉപ്പ് തടാകം സാംഭർ തടാകമാണ്. ഏത് മേഖലയിൽ? രാജസ്ഥാൻ ബാഗർ പ്രദേശത്തെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന സാംഭർ തടാകം എവിടെയാണ് കാണപ്പെടുന്നത്? ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നത്. ജയ്പൂരിലാണ്. നമുക്കൊന്ന് തപ്പി നോക്കാം ഈ സാംഭർ തടാകം എവിടെയാണ്. അതാ അജ്മീറാണിത്. അജ്മീറിന് ജയ്പൂരിനടുത്തെന്നല്ലേ പറഞ്ഞത്? ജയ്പൂർ എവിടെ നോക്കാം. ജയ്പൂർ പോയി. ജയ്സാൽമർ കിടക്കുന്നു. ജയ്പൂർ ഉണ്ടില്ലല്ലോ. ജയ്പൂരിനടുത്തെന്നല്ലേ പറഞ്ഞത്? ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ. ജയ്പൂർ കിടക്കുന്നു. ജയ്പൂരിന്
65 കിലോമീറ്റർ അപ്പുറത്തോട്ടാണ്. ഏത് ഡയറക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. ഓക്കെ, പടിഞ്ഞാറ് തന്നെയല്ലോ. എവിടെയാണ് നോക്കിയേ? ജയ്പൂര് അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത്. നമ്മൾ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ അല്ലേ വരുന്നത്. അതായത് കിഴക്ക്, ഇത് മീൻസ് ഇത് ഈ സൈഡ് കിഴക്കല്ലേ, ഈ സൈഡ് കിഴക്ക്, ഇത് പടിഞ്ഞാറ്, ഇത് നോർത്ത്, ഇത് സൗത്ത്. അപ്പം ജയ്പൂരിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് എന്ത് വരുന്നത്? നമ്മുടെ സാംഭാർ തടാകം വരുന്നത്. ഓക്കെ, സാംഭാർ തടാകം. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് ബാക്കി വായിച്ചു നോക്കാം. എന്തോ എഴുതിയിരിക്കുന്നത്? ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്നു. മഴക്കാലത്ത് ഏകദേശം 225 ചതുരശ്ര കിലോമീറ്റർ വരെ വിസ്തൃതി വരുന്നുണ്ട്. അതുപോലെ മീൻസ് ചൂട് സമയമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അത് ചുരുങ്ങി പോകും. അതായത് അതിൻ്റെ സൈസ് കുറയും. ഇനി അതിൻ്റെ അകത്ത് അതല്ലാതെ ഈ രാജസ്ഥാൻ ഭാഗപ്രദേശത്ത് കാണപ്പെടുന്ന മറ്റ് ഉപ്പ് തടാകങ്ങളാണ് ഏതൊക്കെ? ദിദ്വാന, അതുപോലെ സർഗോളുണ്ട്, കാത്തു. ഓക്കെ, ദിദ്വാന, സർഗോൾ, കാത്തു എന്നിവയാണ് മറ്റ് പ്രധാന ഉപ്പ് തടാകങ്ങൾ, അല്ലെങ്കിൽ പ്രധാന തടാകങ്ങളെന്ന് എഴുതിയിട്ടുള്ളൂ. ഉപ്പ് തടാകമൊന്നും ഇല്ലല്ലോ, പ്രധാന തടാകങ്ങൾ കേട്ടോ. ഇനി ഈ തടാകങ്ങളെ ഉപ്പുൽപാദനത്തിനായി വ്യാപകമായി ഉപയോഗിക്കുന്നു. മറ്റ് തടാകങ്ങളാണ് ഉപ്പ് തടാകമാണോ എന്ന് ചെക്ക് ചെയ്തോട്ടെ. ദിദ്വാന, സാൾട്ട് ലേക്ക് തന്നെ, ദിദ്വാന സാൾട്ട് ലേക്ക്. ഓക്കെ, സാൾട്ട് തന്നെ, അപ്പോൾ ഉപ്പ് തടാകം തന്നെ അത്. സർഗോൾ, കാത്തു എന്നിവ മറ്റു ഉപ്പ് തടാകങ്ങളാണ്. സാംഭാർ തടാകത്തിലെ ഉപ്പളങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ഉപ്പ് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടി, ആ ഏരിയയാണ്. അതിനെയാണ് നമ്മളത് ഉപ്പളം എന്ന് പറയുന്നത്. ഈ തടാകങ്ങൾ ഉപ്പ് ഉൽപ്പാദനത്തിനായിട്ട് വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നു. ഇനി സാംഭാർ തടാകത്തിന് പുറമെ രാജസ്ഥാനിലുള്ള മറ്റ് പ്രധാന ഉപ്പ് തടാകങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഒന്നുകൂടെ വായിച്ചൊക്കെ നോക്കിക്കോണേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് അവിടെ കാണപ്പെടുന്ന മറ്റ് ലേക്കുകൾ. നമ്മുടെ എവിടെയാണ്? രാജസ്ഥാനിലെ മറ്റ് ഉപ്പ് തടാകങ്ങളാണ്. സാംഭാറാണ് മെയിനായിട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് സംഭാർ ലേക്ക്, അത് കഴിഞ്ഞിട്ട് ദിവാന പറഞ്ഞായിരുന്നു, പച്പാദ്ര ലേക്ക്, അതുപോലെ ലങ്കറാൻസർ ലേക്ക്, അതുപോലെ പിന്നെ എന്ത് വരുന്നു? കുച്ചമാൻ ലേക്ക്, ഫലൗഡി ലേക്ക്, കവോഡ് ലേക്ക്, റവാസ ലേക്ക്, ദഗാന ലേക്ക്, തലച്ചപ്പാറോ ലേക്ക്. സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് പേര് പറയുമ്പോഴത്തേക്ക് ചെറിയ ഒരിതുണ്ട്. ഓക്കെ, അടുത്ത ഥാർ മരുഭൂമിയിലെ ജലാശയങ്ങളിൽ ലവണാംശം കൂടുതലാവാൻ കാരണമെന്ത്? ഹൈ salinity due to the combination of factors, primarily high evaporation rates in a hot dry. അതായത് ഇവർ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്തുവായിരുന്നു? നമ്മുടെ ഈ പറയുന്ന ധാർ മരുഭൂമിയിലെ ജലാശയങ്ങളിൽ ലവണാംശം കൂടുതലാവാൻ കാരണം എന്തെന്ന്. കാര്യം അവിടെ എന്താണ്? ബാഷ്പീകരണ തോത് കൂടുതലാണ്, ചൂട് കൂടുതലാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. അതാണ് ഇവിടെ റീസൺ ആയിട്ട് ഇവർ പറയുന്നത്. ദ ഥാർ ഡെസേർട്സ് വാട്ടർ ബോഡീസ് ഹാവ് ഹൈ salinity ഡ്യൂ ടു ദ കോമ്പിനേഷൻസ് ഓഫ് ഫാക്ടേഴ്സ്, പ്രൈമർലി ഹൈ ഇവാപറേഷൻ റേറ്റ്സ് ഇൻ ഹോട്ട് ഡ്രൈ ക്ലൈമറ്റ്. അതുപോലെ ഇവാപറേഷൻ്റെ റേറ്റ് കൂടുതലാണ്, അതായത് ബാഷ്പീകരണ തോത് കൂടുതലാണ്. അതുപോലെ ഡ്രൈ ക്ലൈമറ്റ് ആണ്, വരണ്ട കാലാവസ്ഥയാണ്. ആൻഡ് ദ ആബ്സെൻസ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഔട്ട്ഫ്ലോ ഓഫ് ഡൈല്യൂട്ട് ദ സാൾട്ട് കോൺസെൻട്രേഷൻ. അതായത് സാൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ മഴയൊന്നും പെയ്യുന്നില്ല. വെള്ളത്തിൻ്റെ അളവ് കൂടിയാൽ മാത്രമല്ലേ കോൺസെൻട്രേഷൻ കുറയത്തുള്ളൂ. അതിനുള്ള വഴിയില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന തടാകങ്ങളിൽ ലവണാംശം കൂടുതലായിട്ടുള്ളത്. ഇവാപറേഷൻ കോൺസെൻട്രേറ്റ്സ് ഡിസോൾവ്സ് ദ സാൾട്ട്സ് ഇൻ ദ വാട്ടർ. അതായത് ഇവാപറേഷൻ അഥവാ ബാഷ്പീകരണം കൂടുന്നത് കാരണം എന്ത് ചെയ്തേക്കുന്നു? വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ആ ലവണങ്ങളുടെ സാന്ദ്രത കൂടുന്നു, അല്ലെങ്കിൽ ഗാഢത കൂടുന്നു. വൈൽ ദ ലാക്ക് ഓഫ് നാച്ചുറൽ ഔട്ട്ലെറ്റ് മീൻസ് ദ കോൺസെൻട്രേറ്റഡ് സാൾട്ട്സ് ഡോണ്ട് ഗെറ്റ് ഫ്ലഷ്ഡ് ഔട്ട്, ഫർദർ ഇൻക്രീസിങ് salinity. അതായത് വെള്ളത്തിൻ്റെ അളവ് കൂടി സാൾട്ടിൻ്റെ അളവ് കുറഞ്ഞാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ആ ഗാഢത കുറയത്തുള്ളൂ. പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ഇവിടെ മഴ വലുതായിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? അതിൻ്റെ ഗാഢത കുറയുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? അവിടെ ലവണാംശം കൂടുതലായിരിക്കും. അടുത്തത് എന്ത് പറഞ്ഞേക്കാം? ചുവടെ നൽകിയിട്ടുള്ള ചിത്രങ്ങൾ നോക്കൂ. ധാർ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങളാണിവ. ഇത്തരം ഭൂരൂപങ്ങൾ ഉഷ്ണമരുഭൂമികളിൽ സാധാരണമാണ്. ഈ ഭൂരൂപങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഏതൊക്കെയുണ്ട്? അപരദന ഗർത്തങ്ങളുണ്ട്, കുഴികൾ കാണുന്നുണ്ടോ? അപരദന ഗർത്തങ്ങൾ, അതുപോലെ ഗുഹകളുണ്ട്, കണ്ട ഇതുപോലെ ഉണ്ട്. പിന്നെന്തുണ്ട്?
കൂൺ ശിലകളുണ്ട്. കൂൺ പോലെ നിൽക്കുന്ന കണ്ടോ, ഏതോ ഒരു ചെറിയ കണക്ഷനിലാണ് ഇത്രയും വലിയ ശില നിൽക്കുന്നത്. അതുപോലെ മണൽമേടുകൾ ഉണ്ട്. ഇതെല്ലാം എന്താണ്? മരുഭൂമിയിലെ വ്യത്യസ്ത ഭൂരൂപങ്ങളാണ്. ഏതൊക്കെയുണ്ട്? അപരദനഗർത്തങ്ങളുണ്ട്, ഗുഹകളുണ്ട്, കൂൺ ശിലകളുണ്ട്, അതുപോലെ മണൽമേടുകളും ഉണ്ട്. എന്താണ് പറഞ്ഞേക്കുന്നത്? ഈ ചിത്രത്തിൽ 7.9 കാണുന്നത് പോലെ 9.9 ഇത് ഓക്കെ, അതിൽ കാണുന്നത് പോലെ ശക്തമായ കാറ്റിനാൽ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെട്ട് ഉഷ്ണമരുഭൂമികളിൽ പതിവ് കാഴ്ചയാണ്. അതായത് എന്ത് പറ്റുന്നു? അതാണ്ട് ഇവിടെ കണ്ടോ, ഈ കാറ്റത്ത് മണലിങ്ങനെ പറന്നു പോകുന്ന കണ്ടോ? നമ്മൾ മറ്റേ ആ പടം ഉണ്ടല്ലോ, എന്താണ് ആടുജീവിതം, അതിനകത്ത് അത് കണ്ടാലും മതി. അതിനകത്ത് ഇതേണക്ക് ഇവര് പോകുന്നവരുടെ എല്ലാം മുഖത്ത് എന്ത് ചെയ്യും? ഈ പൊടിക്കാറ്റടിച്ച് കണ്ണിൽ മുഖം അത്രയും പൊടിയാണ്. കാര്യം എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇങ്ങനെ കാറ്റടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഇവിടെ നടക്കുന്നത്. കാറ്റ് വേഗതയ്ക്കനുസരിച്ച് വ്യത്യസ്ത വലിപ്പമുള്ള മണൽത്തരികളും ശിലാപദാർത്ഥങ്ങളും പറത്തിയും ഉരുട്ടിയും നീക്കം ചെയ്യും. എന്നാൽ കാറ്റടിക്കുമ്പോൾ കട്ടി കുറഞ്ഞത് എന്ത് ചെയ്യും? മുകളിലോട്ട് പറക്കും. കട്ടി കുറഞ്ഞത്, ഒരുപാട് കട്ടിയുള്ളത് എന്ത് ചെയ്താണ്ട് ഇങ്ങനെ ഉരുണ്ടുരുണ്ടുരുണ്ട് പൊക്കോണ്ടിരിക്കും. കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞതൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? പറന്ന് ഇങ്ങോട്ട് പോയിക്കും. അങ്ങനെയാണ് എന്ത് ചെയ്തേക്കുന്നത്? കാറ്റ് ഈ പറയുന്ന മണ്ണിനെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ കാര്യമാണ് പറയുന്നത്. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്ത് കൊണ്ടുപോകുന്നു. അതായത് ഒരു ഏരിയ കിടക്കുന്ന മണ്ണായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് കാറ്റ് വന്നിട്ട് എന്ത് ചെയ്യും? ഇതിനെ എടുത്തുകൊണ്ട് പോയിട്ട് എവിടെ കൊണ്ടിടും? അപ്പുറത്ത് കൊണ്ടിടും. അതായത് കാറ്റ് വരുന്നു, ഈ പറയുന്ന കണക്ക് എന്ത് ചെയ്യുന്നു? കാറ്റ് കുറേ മണൽത്തരികളെ കൂടെ കൊണ്ടങ്ങ് പോകുന്നുണ്ട്. വെയിറ്റ് കൂടിയത് വെയിറ്റ് കൂടിയതിനെ ഉരുട്ടിക്കൊണ്ടുപോകും, വെയിറ്റ് കുറഞ്ഞതിനെ പറത്തിക്കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇപ്പുറത്ത് കൊണ്ടിടും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് മരുപ്രദേശങ്ങളിൽ നടക്കുന്നതെന്നാണ് പറയുന്നത്. ഇത്തരത്തിൽ കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയയാണെന്ത്? അപവഹനം അഥവാ ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. എന്താണ് അപവഹനം അഥവാ ഡിഫ്ലേഷൻ? എന്താണ്? കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യപ്പെടുന്ന അപരദന പ്രക്രിയ. അപരദന പ്രക്രിയ എന്ന് പറഞ്ഞാൽ കാലം കഴിയുന്നതനുസരിച്ച് ശിലകൾക്കുണ്ടാകുന്ന മാറ്റം, അല്ലെങ്കിൽ നമ്മുടെ ഭൂവൽക്കത്തിനുണ്ടാകുന്ന മാറ്റമാണ് മണ്ണ് ഉണ്ടാകുന്നത്, മണ്ണിൻ്റെ രൂപീകരണം, പാറകൾ പൊടിയുന്നത്, അതൊക്കെ അപരദന പ്രക്രിയയാണെന്ന് നമ്മൾ ഇതിന് മുമ്പ് എവിടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അപരദന പ്രക്രിയ മണൽത്തരികളുടെ കേസിൽ പ്രത്യേക ഒരു പേരിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പേരാണെന്ത്? അപവഹനം അഥവാ ഡിഫ്ലേഷൻ. ഒരേ ദിശയിൽ ശക്തമായി കാറ്റ് വീശുമ്പോൾ അപവഹന പ്രക്രിയയിലൂടെ ആഴം കുറഞ്ഞ ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. അതായത് ഒരു ദിശയിലേക്ക് കാറ്റ് എന്ത് ചെയ്തേക്കുന്നു? വീശിക്കൊണ്ടേ ഒരു ദിശയിൽ ശക്തമായിട്ട് കാറ്റ് വീശുമ്പോൾ എന്ത് സംഭവിക്കും? ഗർത്തങ്ങൾ രൂപപ്പെടാറുണ്ട്. ഓക്കെ, ഇവയാണ് അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ്. ഓക്കെ, അപവഹന ഗർത്തങ്ങൾ അഥവാ ഡിഫ്ലേഷൻ ഹോളോസ്. അതായത് കുഴികളല്ലേടെ ഉണ്ടാവുന്നത് ഇങ്ങനെ. അതായത് ഒരു സൈഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കാറ്റ് ശക്തമായിട്ട് ഒരു ദിശയിലേക്ക് കാറ്റ് ശക്തമായിട്ട് വീശുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നമ്മൾ കുറേ ഗർത്തങ്ങൾ കണ്ടില്ലേ? എന്നാൽ ഇതേപോലെ എന്ത് ചെയ്യും? ഗർത്തങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണ് പറയുന്നത്. അതിനെയാണ് നമ്മൾ അപവഹന ഗർത്തങ്ങൾ എന്ന് പറയുന്നത്. അപവഹന ഗർത്തങ്ങൾ. ഓക്കെ, തുടർച്ചയായി സംഭവിക്കുന്ന അപവഹന പ്രക്രിയയുടെ ഫലമായി കാലക്രമേണ ശിലകളിൽ ഗുഹകളും എന്ത് ചെയ്യാറുണ്ട്? രൂപപ്പെടാറുണ്ട്. അപ്പോൾ ഇതുപോലെ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റടിച്ച് എന്ത് പറ്റും? കാലക്രമേണ ശിലകളിൽ എന്ത് സംഭവിക്കാറുണ്ട്? ഗുഹകളും രൂപപ്പെടാറുണ്ടെന്ന്. അതാണ്ട് ഈ ഒരു പിക്ചർ കാണുന്നുണ്ടോ? അതായത് ഈ ഒരു കല്ലായിരുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നുണ്ട്? കാറ്റെന്നും ഈ ദിശയിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യോടെ? കാറ്റടിക്കുന്നതനുസരിച്ച് കാറ്റിൻ്റെ പ്രതിരോധിക്കാനുള്ള ശേഷി കുറഞ്ഞു വരും. അപ്പോൾ മണ്ണ് എന്ത് ചെയ്യും? ഇളവി ഇവിടെ എന്താവും? ഒരു ഹോളായി അതൊരു ഗുഹയായിട്ട് മാറും. ഓക്കെ, അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശക്തമായി വീശുന്ന കാറ്റ് വഹിച്ചു കൊണ്ടുവരുന്ന മണൽത്തരികളും മറ്റ് ശിലാപദാർത്ഥങ്ങളും മരുഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ ശക്തിയായി ഉരസുന്നു. ഇത്തരത്തിൽ ശിലകൾക്ക് തേയ്മാനം ഉണ്ടാക്കുന്ന അപരദന പ്രക്രിയയെ അപകർഷണം എന്ന് വിളിക്കുന്നു. ഓക്കെ, അപകർഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം എവിടെ ഇങ്ങനെ ഒരു തൂണ് പോലത്തെ ഒരു ശില ഉണ്ടായിരുന്നെന്ന് വെക്കുക. എന്നും ഇതിലെ എന്ത് ചെയ്യുന്നു? കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ശിലയെ കടന്ന് കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ശിലയാണ്. അപ്പോൾ ഈ ശിലയെ കവർ ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? കാറ്റിങ്ങനെ എന്നും അടിച്ചു പോകുമ്പോൾ കുറേ നാളിങ്ങനെ കാറ്റടിക്കുമ്പോൾ ശില എങ്ങനെയാവും? അതായത് ഇതിലെ കറങ്ങി കാറ്റടിച്ച് ശില എന്ത് ചെയ്യും? ശില പൊടിഞ്ഞ് ആ ഭാഗത്തുള്ള മണൽ വന്ന് ഓൾറെഡി ഈ കാറ്റ് കൊണ്ടുവരുന്നത് മണൽത്തരികളെയാണ്. ആ മണൽത്തരി വന്ന് എന്ത് ചെയ്യും? ഈ ശിലയെ ഉരച്ചാണ് പോകുന്നത്. അതാണ് എഴുതിയേക്കുന്നത്. എന്താണ്? മറ്റ് ശിലാപദാർത്ഥങ്ങളും ഭൂമിയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ശിലകളിൽ എന്ത് ചെയ്യുന്നു? ശക്തമായിട്ട് ഉരസും.
അങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് എന്ത് ചെയ്യും, ആ ശിലയ്ക്ക് തേയ്മാനം സംഭവിക്കുന്നു. അത്തരത്തിൽ അപരദനം ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപകർഷണം എന്ന് വിളിക്കുന്നത്. കർഷണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നടെ, ഒരു പദാർത്ഥം മറ്റൊരു പദാർത്ഥത്തിന് മേലെ ഉരഞ്ഞു നീങ്ങുമ്പോൾ അവയുടെ ആ ഉരഞ്ഞു പോകുന്നതിന് എതിരെ പ്രയോഗിക്കപ്പെടുന്ന ഒരു ബലത്തെയാണ് കർഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ശിലയുടെ പുറത്തൂടെ ആരൊരഞ്ഞു പോകുന്നുണ്ട്, ഈ പറയുന്ന മണൽത്തരി ഉരഞ്ഞു പോകുമ്പോൾ കുറേ ശിലാഭാഗം കൂടെ എന്ത് ചെയ്യും, ഈ മണൽത്തരി ഇളക്കിക്കൊണ്ടായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്, അപകർഷണം എന്ന് വിളിക്കുന്നത്. ഇനി കാറ്റിന് ശിലാപദാർത്ഥങ്ങളെ വലിപ്പത്തിനനുസരിച്ച് ഒരു നിശ്ചിത ഉയരം വരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഉയർത്താൻ കഴിയൂ. അതിൻ്റെ പിക്ചറാണ് ഈ കിടക്കുന്നത്. കനം കുറഞ്ഞ തരികൾ, പൊടിപടലങ്ങളൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പറത്തിക്കൊണ്ടുപോകും. കുറച്ച് വെയിറ്റ് ഉള്ളതാണെങ്കിൽ എന്ത് ചെയ്യും, ഇങ്ങനെ പൊക്കിയിടും. ഭയങ്കര വെയിറ്റാണ് അതിന് പറത്താൻ കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനെ ഉരുട്ടിക്കൊണ്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനാൽ മരുഭൂമിയിലെ ശിലകളിൽ അപകർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ കൂടുതലായിരിക്കും. അപ്പം ശിലകളിൽ എന്ത് ചെയ്യും, അപകർഷണ തീവ്രത ഒരു നിശ്ചിത ഉയരം വരെ എന്തായിരിക്കും എന്നാണ് പറഞ്ഞത്, കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അതെന്താ അങ്ങനെ പറയുന്നത്, അതായത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരു വലിയ കല്ലുണ്ടായിരുന്നു. ഓക്കെ, ഇങ്ങനെ ഒരു കല്ലാണ് ഇരിക്കുന്നതെന്ന് വെച്ചോ. പക്ഷേ കാറ്റിന് ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റൂ, ഈ പറയുന്ന മണലിനെ എന്ത് ചെയ്യാൻ പറ്റൂ, പൊക്കിക്കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. കണ്ടോ, ഇത്രയും ഭാഗത്തെ അതിനെ ഉരുട്ടാൻ പറ്റത്തുള്ളൂ. ഈ ഒരു ഹൈറ്റിലേ എന്ത് ചെയ്യത്തുള്ളൂ, അതിനെ കൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം അതിന് മുകളിലോട്ട് എന്ത് ചെയ്യത്തില്ല, അത് കൊണ്ടുപോകത്തില്ല. അപ്പോൾ പക്ഷേ ഇത് കൊണ്ടുപോകുന്ന ഭാഗത്തിൽ എന്ത് ചെയ്യും, വ്യത്യാസം വരും. ഇങ്ങനെ ഇരുന്ന ഈ കല്ല് കുറേ കൂടെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ആവും. ഓക്കെ, ഇതിങ്ങനെ എന്ത് ചെയ്യും, ഇതിലെ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും പോകുന്നുണ്ട്. വീണ്ടും കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക് എന്താവും, ഈ കല്ലിൻ്റെ ഈ ഭാഗത്തിനൊന്നും വലിയ വ്യത്യാസം വരത്തില്ല. പക്ഷേ ഈ താഴെ ഭാഗം എന്ത് ചെയ്യും, അത് മുരടിച്ച് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ അപകർഷണ തീവ്രത കൂടിയ ഭാഗങ്ങളിൽ കൂടുതൽ തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇത്തരം ഭൂരൂപങ്ങളെ കൂൺ ശിലകൾ എന്ന് വിളിക്കുന്നു. അതായത് ഈ കൊടുത്തിരിക്കുന്ന പിക്ചറാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിൻ്റെ ഈ പാറ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും ഉണ്ടായിരുന്ന പാറയാണ്. അപ്പം അപകർഷണം പരിപാടിയിൽ നമ്മുടെ ഈ മൺതരികളെ ഇതിന് ഉയർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഇതുവരെ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ തവണയും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിനെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അതെന്നും കൊണ്ടുപോകപ്പെടുന്ന അല്ലെങ്കിൽ എന്നും ഈ ശിലയുമായിട്ട് ഉരക്കുന്ന ആ ഏരിയയില്ലേ, ഉരസൽ പ്രക്രിയ നടക്കുന്ന ഏരിയയിൽ ആ ഏരിയയ്ക്ക് അല്ലെങ്കിൽ ആ പാറയുടെ ഭാഗത്തിന് എന്ത് ചെയ്യും, തേയ്മാനം കൂടുതലായിരിക്കും. ഈ മുകൾ ഭാഗത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, ഇതിന് ഉയർത്താനുള്ള ശേഷിയില്ല. കാര്യം എല്ലാ കല്ലിനെ ഒരേ ഹൈറ്റിലല്ല ഇത് ഉയർത്തുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ പറയുന്നത് തേയ്മാനം കുറഞ്ഞ ഭാഗങ്ങളിൽ വലിയ പ്രശ്നമൊന്നുമില്ല. തേയ്മാനം കൂടിയ ഭാഗങ്ങളിൽ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരുപാട് അങ്ങ് തേയ്മാനം സംഭവിക്കുന്നതിനാൽ കൂൺ സമാനമായിട്ടുള്ള ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, കൂൺ ശിലകളെന്ന് വിളിക്കുന്നത്. ദീർഘകാലത്തെ അപരദന പ്രക്രിയയിലൂടെയാണ് ഇത്തരം ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. കാലാന്തരത്തിൽ കൂൺശിലകൾ കൂടുതൽ തേയ്മാനത്തിന് വിധേയമായി വ്യത്യസ്ത ആകൃതി കൈവരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഷേപ്പ് വീണ്ടും ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. ചില സമയം എന്ത് ചെയ്യും, ഇത് ഇടിഞ്ഞു വീഴാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ആ കല്ല് എത്രത്തോളം ഹൈറ്റിലാണ്, ആ പ്രദേശത്ത് എത്ര ഹൈറ്റ് വരെയാണ് ഈ പറയുന്ന മണ്ണ് ഉയരുന്നത്, അതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഈ ഭൂരൂപങ്ങളുടെ ഷേപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എത്ര ഭൂരൂപങ്ങൾ പഠിച്ചടേ ഇപ്പോൾ ആദ്യം പഠിച്ചത് അപവഹന ഗർത്തങ്ങളാണ്. അപവഹനം എന്ന് പറഞ്ഞാൽ എന്തെന്നായിരുന്നു, അപവഹനം അതായത് കാറ്റ് മണൽത്തരികളെ എന്ത് ചെയ്യുന്നു, നീക്കം ചെയ്യുന്നു. ആ പ്രക്രിയ മൂലം ഉണ്ടാകുന്ന ആ ഒരു അപരദന പ്രക്രിയയാണ് നമ്മൾ അപവഹനം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ദിശയിലേക്ക് കാറ്റ് ശക്തമായിട്ട് വീശുമ്പോൾ ആ പ്രദേശത്ത് എന്തുണ്ടാവും, ആഴം കുറഞ്ഞ ഗർത്തങ്ങളുണ്ടാവും. ഇത്തരം ആ ഗർത്തങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അപവഹന ഗർത്തങ്ങളെന്ന് വിളിക്കുന്നത്, അഥവാ ഡിഫ്ലേഷൻ ഹോളോസ് എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തേക്കുന്നു, അപ്പോൾ ഈ പ്രക്രിയ അപവഹന പ്രക്രിയ നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഗുഹകൾ എന്ത് ചെയ്യും, ശിലകൾ തുരന്ന് ഗുഹകൾ ഉണ്ടാകാറുണ്ട്. ഗുഹകൾ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ശിലകളെ ഈ കൊണ്ടുവരുന്ന ഈ മണ്ണ് അല്ലെങ്കിൽ ഈ കാറ്റ് വഹിച്ചുകൊണ്ട് വരുന്ന മണലും മറ്റ് പദാർത്ഥങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു, ഉരസിയാണ് എന്ത് ചെയ്യുന്നത്, നീങ്ങുന്നത്. അപ്പോൾ ആ ഉരസി നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന അപരദന പ്രക്രിയയാണ് എന്ത്, അപകർഷണം എന്ന് പറയുന്നത്. ഓക്കെ, അപകർഷണം. ആ അപകർഷണം മൂലമാണ് എന്തുണ്ടാകുന്നത്, നമ്മുടെ കൂൺ ശിലകൾ രൂപപ്പെടുന്നതെന്നാണ് പറഞ്ഞത്, കൂൺ ശിലകൾ. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഇനി എന്താ എഴുതിയേക്കുന്നത്, ഇനി കാറ്റിൻ്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ ഥാർ മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. അതല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അതല്ലേടാ ഇത്, അത് തന്നെയല്ലോ. മരുഭൂമിയിൽ വ്യത്യസ്ത ഭൂരൂപങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഇനി ഥാർ മരുഭൂമിയിൽ നമ്മുടെ ഇന്ത്യയുടെ കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. ഇനി എന്തോ എഴുതിയേക്കുന്നത്, വായിച്ചു നോക്കാം. കാറ്റ് അതിൻ്റെ വേഗത്തിനനുസരിച്ച് വ്യത്യസ്ത വലിപ്പമുള്ള മണൽത്തരികളെ തരംതിരിച്ച് നീക്കം ചെയ്യുന്നുവെന്ന് നമ്മൾ കണ്ടതാണ്, പിക്ചറിൽ കണ്ടു.
ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ കാറ്റിന്റെ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴെ വീഴുന്നു. അതായത് കാറ്റ് ഇതിനെയും കൊണ്ട് പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോൾ മണൽത്തരികളെയും കൊണ്ട് കാറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു. അത് ആ കാറ്റിന്റെ ശക്തി കഴിയുമ്പോൾ എന്ത് ചെയ്യും, എവിടെ വെച്ചാണോ ശക്തി കുറയുന്നത് അവിടെ ഇട്ടിട്ട് അതെന്ത് ചെയ്യും, ആ കാറ്റ് അങ്ങ് തീരുവാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും, എന്തെങ്കിലും ഇത് കണക്ക് നമ്മുടെ മരത്തിൽ മറ്റേ പാറകളിലോ എന്തിലെങ്കിലും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് കുറച്ച് ഒരസിയല്ലേ പോകുന്നത്. അപ്പോൾ കുറച്ച് മണൽത്തരി അവിടെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്ന മണൽത്തരികൾ കാറ്റിന്റെ വേഗത കുറയുമ്പോഴോ കാറ്റിൽ സഞ്ചാരത്തിന് തടസ്സമുണ്ടാകുമ്പോഴോ താഴെ വീഴുന്നു. ഇത്തരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന മണൽത്തരികൾ കുന്നുകൂടി പല ആകൃതിയിലും വലിപ്പത്തിലുമുള്ള നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ഇതാണ് എന്ത്, മണൽ മേടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ കൊണ്ടുവരുന്ന മണ്ണില്ലേ, അതിനെ പല ഷേപ്പിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കൊണ്ടിടുന്നത്. ഏത് സമയത്താണോ കാറ്റിന്റെ വേഗത കുറയുന്നത് ആ കുറയുന്ന സമയത്ത് തന്നെ നിക്ഷേപിക്കപ്പെടുന്നു. അങ്ങനെ നിക്ഷേപിച്ച് ഉണ്ടാകുന്ന ഭൂരൂപങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, മണൽ മേടുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മിനിറ്റ് എടേ, ഒരു കാര്യം കൂടെ നോക്കിക്കോട്ടെ. ചൂട് നൽകിയ ചിത്രങ്ങൾ നോക്കൂ. ഥാർ മരുഭൂമിയിൽ കാണപ്പെടുന്ന വ്യത്യസ്ത ഭൂരൂപങ്ങൾ തന്നെ, ഥാർ മരുഭൂമിയിൽ അത് തന്നെ. ഓക്കെ, പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വന്നതാണ്. മണൽ മേടുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഥാർ മരുഭൂമിയിലുണ്ട്. ഥാർ മരുഭൂമിയിൽ കാണപ്പെടുന്ന മരുഭൂമിയിലുള്ള വ്യത്യസ്ത ഭൂരൂപങ്ങളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടില്ലാത്തതുകൊണ്ട് ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ്. ഥാർ മരുഭൂമിയിൽ അത് തന്നെ. ഓക്കെ, അപ്പോൾ എന്ത് ബാക്കി വായിച്ചു നോക്കുക. അപ്പോൾ മണൽ മേടുകളുടെ കാര്യമാണ് പറയുന്നത്. മണൽ മേടുകൾ എന്ന് പറയുന്നത് നിക്ഷേപണ ഭൂരൂപങ്ങളാണ്. ഓക്കെ, ആദ്യം പഠിച്ച സാധനം എന്തെന്നായിരുന്നു, അത് അപവഹന ഭൂരൂപം ആയിരുന്നു. ആദ്യത്തത് അപവഹന പ്രക്രിയയിലൂടെ ഉണ്ടാകുന്ന ഒരു സാധനമായിരുന്നു അപവഹന ഗർത്തം എന്ന് പറയുന്നു. പിന്നെ പറഞ്ഞത് അപകർഷണം എന്ന് പറയുന്ന മെത്തേഡ് വഴിയുള്ള അപരതന പ്രക്രിയയിലൂടെ രൂപപ്പെട്ടത്. അപരതന പ്രക്രിയയാണ് കേട്ടോ, ഇതെല്ലാം അപരതനമായിരുന്നു. ഇപ്പോഴാണ് എന്ത് വന്നത്, ഒരു നിക്ഷേപണ പ്രക്രിയ വന്നത്. നിക്ഷേപണം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കൊണ്ടിട്ട് ഒരു സ്ഥലത്തുള്ളത് എടുത്ത് മറ്റൊരിടത്ത് കൊണ്ടിടുന്നതിനെയാണ് നിക്ഷേപണ ഭൂരൂപങ്ങൾ എന്ന് പറയുന്നത്. അത് നമ്മൾ വേറെ എവിടെ പഠിച്ചായിരുന്നല്ലോ, എവിടെ പഠിച്ചില്ലേടേ, എവിടെ ആയിരുന്നു, എവിടെയെന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ പഠിച്ചിട്ടുണ്ട്. നിക്ഷേപണ ഭൂരൂപങ്ങൾ എവിടെയോ പഠിച്ചായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള നിക്ഷേപണ ഭൂരൂപമാണെന്ത്, മണൽമേടുകൾ എന്ന് പറയുന്നത്. നോക്കാം, ഭൂമിയിൽ വിവിധ ആകൃതിയിലും വലിപ്പത്തിലും മണൽമേടുകൾ രൂപപ്പെടാറുണ്ട്. കാറ്റിന്റെ നിക്ഷേപണ പ്രക്രിയയിൽ കുന്നുകൂടുന്ന അയഞ്ഞ മണൽക്കൂനകളാണ് ഇവ. ഇതെന്താണ്, അയഞ്ഞ മണൽക്കൂനയാണ്. അതായത് കട്ടിയൊന്നുമില്ല, അയഞ്ഞ ഒരു രീതിക്കുള്ള ഒരു മണൽക്കൂനയാണ്. എന്തുവാണ്, എന്നിട്ട് എന്താ പറയുന്നത്, ഥാർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധതരം മണൽമേടുകളുടെ ചിത്രങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതൊക്കെയുണ്ട്, ബർക്കൻസ് ഉണ്ട്. ബർക്കൻസ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പിൽ കിടക്കുന്നുണ്ടോ, ചന്ദ്രക്കല ആകൃതിയിലുള്ള മണൽമേടുകളാണ് ഈ ബർക്കൻസ് എന്ന് പറയുന്നത്. ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ളതാണ്. പിന്നെ എന്തുണ്ട്, പരാബോളിക് മണൽമേടുകൾ. പരാബോളയുടെ ഷേപ്പിലുള്ള മണൽമേടുകളുണ്ട്. പരാബോള എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിന്റെ പേരാണ് പരാബോള. ആ പരാബോളയുടെ ഷേപ്പിലുള്ള മണൽമേടുകളുണ്ട്. ഓക്കെ, പിന്നെ എന്തുണ്ട്, സീഫുകൾ എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഉണ്ട്. നമ്മൾ ഈ പിക്ചറിലൊക്കെ കണ്ടിട്ടുള്ള ഇതായിരിക്കും, സീഫുകളുണ്ട്. പിന്നെന്താണ്, അനുദൈർഘ്യ മണൽമേടുകളുണ്ട്. പിന്നെന്തുണ്ട്, രേഖീയ മണൽമേടുകളുണ്ട്. പിന്നെ വിലങ്ങൻ മണൽമേടുകളുണ്ട്. അപ്പോൾ ഇത്രയും മണൽമേടുകളാണ് ഇവിടെ കാണപ്പെടുന്നത്. ഈ പറയുന്ന നമ്മുടെ നിക്ഷേപണ ഭൂരൂപങ്ങളായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന മണൽമേടുകളാണ് പഠിച്ചത്. ഏതൊക്കെയാണ്, ബർക്കൻസ് ഉണ്ട്, പരാബോളിക് മണൽമേടുകളുണ്ട്, സീഫുകളുണ്ട്, അനുദൈർഘ്യ മണൽമേടുകളുണ്ട്, രേഖീയ മണൽമേടുകളുണ്ട്, അതുപോലെ തന്നെ വിലങ്ങൽ മണൽമേടുകളുണ്ട്. കാറ്റിന്റെ ദിശ, വേഗത എന്നിവയ്ക്കനുസരിച്ച് മണൽമേടുകൾക്ക് സ്ഥാനമാറ്റം സംഭവിക്കാറുണ്ട്. കാറ്റിന്റെ ദിശ എങ്ങോട്ടാണോ അങ്ങോട്ടേക്കായിരിക്കും എന്ത് വരുന്നത്, ഈ പറയുന്ന മണൽമേട് അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെടുന്നത് മണൽമേട്. മരുഭൂമികളെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം വരണ്ട മണലാരണ്യമല്ലേ. എന്നാൽ മരുഭൂമികളുടെ ചില ഭാഗങ്ങളിൽ ഫലഭൂഷ്ടമായ കൃഷിയിടങ്ങളും രൂപപ്പെടുന്നു. അപ്പോൾ എന്തുവാണ്, കാറ്റിൻ്റെ നിക്ഷേപണ പ്രക്രിയയിലൂടെ മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളുടെ ചിത്രങ്ങളും വിവരങ്ങളും ശേഖരിച്ച് അതായത് ഈ കഥയാണ് എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള എന്താണ് നിക്ഷേപണ ഭൂരൂപങ്ങൾ ആയിട്ടുള്ള മണൽമേടുകൾ എവിടെ കാണപ്പെടുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന മരുപ്രദേശങ്ങളിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞാണ് ഈ സെക്ഷൻ എൻഡ് ചെയ്യുന്നത്. ഇനി നമുക്കുള്ളത് മരുപ്പച്ചകളാണ്. നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. ഓക്കെ, പാർട്ട് 2-ക്കകത്ത് അത് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഒരുപാട് അങ്ങ് ലോങ് ആയി പോകും. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ അല്ലേടേ, കുഴപ്പമുണ്ടോ, ഇതിനി തപ്പി കണ്ടുപിടിക്കണോ? അവിടെ കണ്ടുപിടിക്കാം. എന്തുവാണ്, നിക്ഷേപണ ഭൂരൂപങ്ങൾ അല്ലേ. പാരാബോളിക് സാൻഡ് ഡ്യൂൺസ്, സീ ഡ്യൂൺസ്, ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് എന്നാണ് കേട്ടോ അതിൻ്റെ എന്തുവാണ്
ഈ എന്തുവായിരുന്നു മലയാളം എന്തുവായിരുന്നു മേടുകൾ, മണൽമേടിനെ നമ്മൾ ഡ്യൂൺസ് എന്നാണ്, നമ്മൾ ഇതിന് മുമ്പ് ഇവിടെ ഒരു ഡ്യൂൺ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഡ്യൂണാണ് ലീനിയർ സാൻഡ് ഡ്യൂൺസ്, ട്രാൻസ്വേഴ്സൽ ഡ്യൂൺസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ ഡിഫറെൻ്റ് ലാൻഡ് ഫോംസ് ഇൻ വിൻഡ്. റിപ്പിൾ മാർക്ക്, സാൻഡ് ഡ്യൂൺസ്, ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ്, അതായത് നമ്മൾ കണ്ടത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് എന്തെന്ന് അടിച്ചു നോക്കിയത് അവരുടെ ചാനൽ ചെന്ന് കയറി കഴിഞ്ഞാൽ പ്രശ്നമാവും. എന്ത് കൊടുത്തിരുന്നത് ആ സെയിം സാധനം തന്നെയല്ലേ ഇതിൻ്റെ പിക്ചർ. മണൽ പല രീതിയിൽ ഡിപ്പോസിഷൻ ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന എന്താണ് മണൽക്കൂനകളാണ് കൊടുത്തിരിക്കുന്നത്. അത് ആ ടെക്സ്റ്റ് കൊടുത്തേക്കുന്ന പിക്ചർ തന്നെ, അത് വ്യത്യാസമൊന്നും കൊടുത്തിട്ടില്ല. അത് തന്നെയാണ് സംഭവം. എന്താണ് ബർക്കൻസ് ഉണ്ട്, അതായത് ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽക്കൂനകളാണ് ബർക്കൻസ് എന്നറിയപ്പെടുന്നത്. മണൽമേടുകൾ, മണൽക്കൂനകൾ എന്നൊക്കെ പറയാം. ഇനി പരാബോളിക് മണൽമേടുകളുണ്ട്, അതുപോലെ സീഫുകളുണ്ട്. ഇതിങ്ങനെ എന്താണ് ഇങ്ങനെ ഒരു ഷേപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അനുദൈർഘ്യ മണൽമേടുകൾ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ രേഖീയ മണൽമേടുകൾ അഥവാ ലോഞ്ചിറ്റ്യൂഡിനലാണെന്ന് തോന്നുന്നു. ഇംഗ്ലീഷും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കണേ. ലീനിയർ ഡ്യൂൺസ് ഉണ്ട്, പിന്നെ ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ് ഉണ്ട്. ഇത് ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസിൻ്റെ മലയാളം പേരാണ് അനുദൈർഘ്യ മണൽമേടുകൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള നിക്ഷേപണ ഭൂരൂപങ്ങളുടെ കാര്യവും പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ, ഇതാകെ കുറച്ച് കാര്യമേ ഇന്ന് പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ശരി ഡിലേ ആണ്. നമ്മൾ തുടങ്ങി എവിടെ നിന്നായിരുന്നു? മണലാരണ്യത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. മണലാരണ്യം നമ്മുടെ ഇന്ത്യയുടെ മണൽ പ്രദേശം. ഇന്ത്യയുടെ കാര്യം ആദ്യം മരുഭൂമി എന്താണെന്ന് പറഞ്ഞു. 25 സെൻറ്റിമീറ്ററിൽ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളെയാണ് മരുഭൂമികൾ എന്ന് പറയുന്നത്. അത് തന്നെ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ശീതമരുഭൂമികളും ഉഷ്ണമരുഭൂമികളെന്ന് പറഞ്ഞ് 2 എണ്ണം. ശീതമരുഭൂമികൾ എന്ന് പറയുന്നത് എന്താണ്? അവിടെ മുഴുവൻ ടൈമും തണുപ്പായിരിക്കും, നല്ല ശൈത്യ കാലാവസ്ഥയാണ്, മഞ്ഞ് മൂടിയായിരിക്കും കിടക്കുന്നത്. ഇന്ത്യയിലുള്ള ഒരു ശീതമരുഭൂമി ഏതാണ്? ലഡാക്കാണ്. ഓക്കെ, നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ, ഹിമാചൽ പ്രദേശ് റീജിയനിലാണ് അത് വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ നമ്മൾ പറഞ്ഞത് 15 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കിടക്കുന്ന വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടായിരിക്കും എന്ത് വരുന്നത്? നമ്മുടെ മരുഭൂമി വരുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ആ പിക്ചർ വെച്ചൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, ഇനി മരുഭൂമിയുടെ പേര് എന്താണ്? ഡെസേർട്ട് എന്ന് ഉള്ള പേര് ലഭിച്ചത് ഏത് പദത്തിൽ നിന്നാണ്? ഡെസേർട്ടോ എന്ന് പറയുന്നിട്ടുള്ള ലാറ്റിൻ പദത്തിൽ നിന്നാണ് ലഭിച്ചത്. ആ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉപേക്ഷിക്കപ്പെട്ട സ്ഥലം എന്നാണ്. ഇനി മരുഭൂമികളെ കുറിച്ചുള്ള പഠനം എന്താണ്? എറൈമോളജി എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഈ പറയുന്ന മരുപ്രദേശങ്ങളിലുള്ള ദൈനിക താപാന്തരം എന്താണ്? വളരെ കൂടുതലാണ്. കാര്യം എന്താണ്? അവിടെ പകൽ സമയത്ത് ചൂട് വളരെ കൂടുതലുമാണ്, വൈകുന്നേരം മീൻസ് രാത്രി സമയത്ത് ചൂട് വളരെ കുറവുമാണ്. അതുകൊണ്ട് തന്നെ ഈ താപനിലകൾ തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? വളരെ കൂടുതലായിരിക്കും. ഇനി പിന്നെ നമ്മൾ ഓരോ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ഉഷ്ണമരുഭൂമി, മറ്റേ ശീതമരുഭൂമിയൊക്കെ കണ്ടുപിടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വന്തം മരുഭൂമിയായിട്ടുള്ള താർ മരുഭൂമിയിലേക്ക് വന്നു. താർ മരുഭൂമി ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്നത്. ബാക്കി ഭാഗം, അതായത് ഏകദേശം എത്ര ഭാഗം വ്യാപിച്ചു കിടക്കുന്നുണ്ട്? 2/3 ഭാഗവും എവിടാണ്? രാജസ്ഥാനിലാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ വ്യാപിച്ചു കിടക്കുന്ന മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത് ഉണ്ട്, ഹരിയാന ഉണ്ട്, പഞ്ചാബ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്തോ പഠിച്ച്? ഏകദേശം ഒരു 2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ അടുപ്പിച്ച് ഇതിന് എന്തുണ്ട്? ടോട്ടൽ ഏരിയ വിസ്തൃതിയുണ്ട്. അതിലൊരു 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഓളം എവിടാണ് കിടക്കുന്നത്? അത് നമ്മുടെ ഇന്ത്യയിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, ബാക്കിയുള്ളത് പാകിസ്ഥാൻ്റെ ഏത് ഭാഗത്താണെന്ന് പറഞ്ഞു? ഒരു സിന്ധ് ഏതോ ഒരു പേര് പറഞ്ഞല്ലോ, സിന്ധ് പഞ്ചാബ് പ്രവിശ്യയിലാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് എല്ലാം ശരിയല്ലേ പറഞ്ഞത്? തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത്. ഓക്കെ, പിന്നെ നമ്മൾ ഥാർ മരുഭൂമിയുടെ അതിർത്തി പറഞ്ഞു. എങ്ങനെയായിരുന്നു? ഥാർ മരുഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് അരാവലി നിരകളാണ്, പടിഞ്ഞാറ് ഭാഗത്ത് സിന്ധു നദീതടമാണ്, വടക്ക് ഭാഗത്ത് സത്ലജ് നദീതടമാണ്, തെക്ക് ഭാഗത്ത് റാൻ ഓഫ് കച്ച് ആണെന്ന് പറഞ്ഞു. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലേ? പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? ഈ ഭാഗത്ത് മഴയുടെ കാര്യമാണ് പറഞ്ഞത് തന്നെ. ഈ പറയുന്ന ഥാർ മരുഭൂമിയിൽ എന്ത് ചെയ്യുന്നില്ല? മഴ ലഭിക്കുന്നില്ല. അല്ലെങ്കിൽ അത് മരുപ്രദേശമാവാനുള്ള കാരണം എന്താണ്?
അരാവലി നമുക്ക് മെയിനായിട്ട് ഇന്ത്യയിൽ മഴ ലഭിക്കുന്നത് ഏത് സമയത്താണ്, അല്ലെങ്കിൽ ഏത് കാലത്താണ്? നമ്മുടെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് മെയിനായിട്ട് മഴ ലഭിക്കുന്നത്. ആ മഴയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു തെക്ക് പടിഞ്ഞാറൻ മൺസൂണിന് എത്ര ശാഖകളുണ്ട്? 2 ശാഖകളുണ്ട്. ഒന്ന് അറബിക്കടൽ ശാഖയും ഒന്ന് ബംഗാൾ ഉൾക്കടൽ ശാഖയും. ഈ അറബിക്കടൽ ശാഖ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭാഗത്തൂടെ കയറി വരുന്ന അറബിക്കടൽ ശാഖ എന്ത് ചെയ്യുന്നു? നമ്മുടെ അരാവലി നിരകൾക്ക് സമാന്തരമായി മുമ്പോട്ട് നീങ്ങുന്നത് കാരണം എന്ത് ചെയ്യുന്നില്ല? ധാർ മരുഭൂമി അല്ലെങ്കിൽ അരാവലി നിരകളുടെ പടിഞ്ഞാറ് ഭാഗത്ത് എന്ത് ചെയ്യുന്നില്ല? മഴ പെയ്യിക്കുന്നില്ല. ഇനി അതേസമയം തന്നെ ബംഗാൾ ഉൾക്കടലിലൂടെ കടന്നു പോകുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിച്ചിട്ട് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ആ വരുന്ന കാറ്റിനെ ആര് തടഞ്ഞു നിർത്തുന്നു? അരാവലി പർവ്വതനിരകൾ തടഞ്ഞു നിർത്തി പർവ്വതത്തിന് അഭിമുഖമായ പ്രദേശങ്ങളിൽ മഴ പെയ്യിക്കുകയും അതിന് ഓപ്പോസിറ്റുള്ള പ്രദേശം അഥവാ ഈ പ്രദേശം, അതായത് നമ്മുടെ ധാർ മരുഭൂമി പ്രദേശം മഴ നിഴൽ പ്രദേശമായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നു. അത് കാരണം എന്ത് ചെയ്യുന്നില്ല? അവിടെ മഴ പെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ ടോട്ടലി എന്താണ്? വരണ്ട കാലാവസ്ഥയാണ്, മഴയില്ല. പക്ഷേ ചില നദികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഉയർന്ന ബാഷ്പീകരണ തോതാണ്, ചൂട് കൂടുതലാണ്, വരണ്ട കാലാവസ്ഥയാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? പിന്നെന്താ പറഞ്ഞത്? പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഭൂമിശാസ്ത്രപരമായിട്ട് ഈ പറയുന്ന ധാർ മരുഭൂമിയെ 2ആയിട്ട് തിരിക്കുന്നെന്ന് പറഞ്ഞു. അതാണ് ഏതൊക്കെ? മരുസ്ഥലിയും അതുപോലെ രാജസ്ഥാൻ ബാഗർ. മരുസ്ഥലി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ മരുഭൂമി പ്രദേശമാണ്. രാജസ്ഥാൻ ബാഗർ എന്ന് പറയുന്നത് അർത്ഥ മരുഭൂമി വരണ്ട പ്രദേശമാണ്. അതായത് അവിടെ നിന്ന് നദികളൊക്കെ ഉണ്ട്, അതായത് ചെറിയ രീതിക്ക് അരുവികളൊക്കെ ഉണ്ട്, നദികളുണ്ട്. നമ്മുടെ ലൂണി നദി കാണപ്പെടുന്നത് നമ്മുടെ രാജസ്ഥാൻ ബാഗർ പ്രദേശത്താണെന്ന് പറഞ്ഞു. ഇനി മരുസ്ഥലി പ്രദേശത്തിന്റെ കാര്യം പറഞ്ഞാൽ എന്താണ്? ഗ്രാനൈറ്റ്, നൈസ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായിട്ടുള്ളൊരു മണൽ പരപ്പാണ് ഈ പറയുന്ന മരുസ്ഥലി എന്ന് പറയുന്നത്. ഏകദേശം 200 മീറ്റർ തൊട്ട് 250 മീറ്റർ വരെ സമുദ്രത്തിൽ നിന്ന് ഉയരെയാണ് കാണപ്പെടുന്നത്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് എന്താണ്? സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന മണൽക്കൂനകൾ കാണപ്പെടുന്നു. ഇതിൻ്റെ കിഴക്ക് ഭാഗത്ത് എന്ത് കാണപ്പെടുന്നു? പാറക്കെട്ടുകൾ കാണപ്പെടുന്നു. ഇത്തരം മണൽക്കൂനകളെ, അതായത് നിരന്തരം സ്ഥാനമാറ്റം സംഭവിക്കുന്ന ഇത്തരം മണൽക്കൂനകളുടെ പേരെന്തുവായിരുന്നു? ദ്രിയാൻ എന്നായിരുന്നു. ഓക്കെ, ദ്രിയാൻ. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? പിന്നെ നമ്മൾ പറഞ്ഞത് രാജസ്ഥാൻ ബാഗർ എന്നാണ് പറഞ്ഞത്. ഇതിൽ കാണപ്പെടുന്നത് ഈ ഭാഗമാണ് എന്ത്? നമ്മുടെ മരുസ്ഥലി പ്രദേശം എന്ന് പറയുന്നത്, ഈ വെള്ള കളറിലുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നത് അരാവലി നിരകളാണ്. അതിൻ്റെ ചേർത്ത് വരുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് രാജസ്ഥാൻ ബാഗർ എന്ന് വിളിക്കുന്നത്. അരാവലി പർവ്വത നിര വരെ വ്യാപിച്ചിരിക്കുന്ന ധാർ മരുഭൂമിയുടെ ഏത് ഭാഗം? കിഴക്ക് ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ പറയുന്ന രാജസ്ഥാൻ ബാഗർ എന്ന് വിളിക്കുന്നത്. ചെറിയ ഹ്രസ്വകാല നീരൊഴുക്കുള്ള അരുവികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അരാവലി പർവ്വതനിരയിൽ നിന്ന് ഉത്ഭവിച്ച് ഈ പ്രദേശത്തേക്ക് ഒഴുകുന്നുണ്ട്. അവിടെ കാണുന്നൊരു ടൈപ്പ് ഫലഭൂഷ്ടമായിട്ടുള്ള തുരുത്തുകളാണ് രോഹി എന്നറിയപ്പെടുന്നത്. അവിടെയാണ് കൃഷി നടത്തുന്നത്. പിന്നെ ഇവിടെ നിന്ന് ഒഴുകുന്ന നദിയാണ് എന്ത്? ലൂണി എന്ന് പറയുന്നത്. കാലികമായിട്ടുള്ളൊരു നദിയാണ്. ജയ്പൂരിനടുത്ത്, ജയ്പൂരിന് ഏകദേശം ഒരു 65 കിലോമീറ്റർ പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന, മീൻസ് അതല്ലല്ലേ, അത് വേറെ അല്ലായിരുന്നു, സോറി മാറിപ്പോയി. ലൂണി എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? അതിങ്ങോട്ട് വരുമ്പോൾ പറയും. ജയ്പൂർ അല്ലത്, അത് അജ്മീർ എങ്ങാണ്ടാണ്. ഓക്കെ, ലൂണി പ്രധാനമായിട്ടുള്ള നദിയാണ് ലൂണി. ലൂണിയുടെ വടക്ക് ഉള്ള മണൽപ്പരപ്പിൻ്റെ പേരാണ് താലി എന്നറിയപ്പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ലൂണി എന്താണ്? അരാവലി പർവ്വതനിരയിലെ അജ്മീറിനടുത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഈ ലൂണി നദി ഉത്ഭവിക്കുന്നത്. അത് എവിടെ ചെന്ന് ചേരുന്നുണ്ട്? നമ്മുടെ ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിലാണ് എൻഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു 482 കിലോമീറ്റർ ദൂരം ഇതിനുണ്ട്. ഇതൊരു എന്താണ്? മഴ സമയത്ത് എന്ത് ചെയ്യും? നീരൊഴുക്ക് കാണും, അല്ലാത്തപ്പോൾ എന്ത് ചെയ്യത്തില്ല? നീരൊഴുക്ക് കാണത്തില്ല. അതിൻ്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ലിൽ റീയും അതുപോലെ സുക്രി അതുപോലെ ജവായി എന്നിവ എന്താണ്? അവയുടെ പോഷക നദികളാണ്. പിന്നെ ഈ പേര് ലൂണി കിട്ടിയത് ഏത് പദത്തു നിന്നാണ്? സംസ്കൃത പദമായിട്ടുള്ള ലവണവാരി എന്ന ഇതിൽ നിന്നാണ് എന്ത് ചെയ്തേക്കുന്നത്? ആ പേര് കിട്ടിയിട്ടുള്ളത്. ഉപ്പ് നദിയാണിത്. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞത് രാജസ്ഥാനിലെ പ്രദേശത്ത്, അതായത് പിന്നെ ഉള്ളത് ഉപ്പ് തടാകങ്ങളുടെ കാര്യമാണ്. സംഭർ തടാകത്തിൻ്റെ കാര്യം പറഞ്ഞു. ഉപ്പ് തടാകമാണ്. അത് എവിടെയാണ്? ജയ്പൂരിന് ഏകദേശം 65 കിലോമീറ്റർ പടിഞ്ഞാറായിട്ട് സ്ഥിതി ചെയ്യുന്ന തടാകമാണ്. അത് ഒരുപാട് ഏകദേശം ഒരു 225 കിലോമീറ്ററൊക്കെ മഴ സമയത്ത് വിസ്തൃതി കാണും. ചൂടാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അതിൻ്റെ എന്ത് ചെയ്യും? അതിൻ്റെ വിസ്തൃതി കുറയും. പിന്നെ അവിടെ ഉള്ള മറ്റ് 2 തടാകങ്ങളുടെ പേര് പറയുന്നുണ്ട്. ദിദ്വാനയുണ്ട്, സർഗോളുണ്ട്, ഖാത്തു എന്നിവ മറ്റ് പ്രധാന തടാകങ്ങളാണ്. എവിടെയുള്ള? രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് കാണപ്പെടുന്ന ഉപ്പ് തടാകങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് വന്നിടേ? ധാർ മരുഭൂമിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജലാശയങ്ങളിൽ ലവണാംശമാണ് കൂടുതലെന്ന് പറഞ്ഞു. കാര്യം എന്താ? ബാഷ്പീകരണം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല? അതുകൊണ്ട് അവിടുത്തെ തടാകങ്ങളിലെ ജലത്തിലുള്ള ലവണങ്ങളുടെ അംശമായിരിക്കും കൂടുതൽ. ജലാംശത്തെ കൂടുതൽ ലവണങ്ങൾ, മീൻസ്
ലവണാംശം കൂടുതലായിരിക്കും. ആ ലവണാംശത്തിൻ്റെ ഗാഢത കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ വേണ്ടത്ര വെള്ളം ലഭിക്കുന്നില്ല. അതുകൊണ്ട് ലവണാംശം കൂടുതലുള്ള തടാകങ്ങളാണ് അവിടെ ഉള്ളത്, ജലാശയങ്ങളാണ് കൂടുതലുള്ളത്. പിന്നെ നമ്മൾ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അതിൽ ആദ്യം പറഞ്ഞ ആപവഹന ഗർത്തങ്ങൾ എങ്ങനെയാണ് രൂപീകരിക്കപ്പെടുന്നത്? ആപവഹന പ്രക്രിയയിലൂടെയാണ് രൂപീകരിക്കപ്പെടുന്നത്. എന്ത് ചെയ്യുന്നു? കാറ്റ്, അതായത് എന്ത് സംഭവിക്കുന്നു? മണൽത്തരികളെ കാറ്റ് മൂവ് ചെയ്യുന്നു, കൊണ്ടുപോകുന്നു. ആ ഒരു പ്രക്രിയ വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ പറയുന്ന അപവഹന ഗർത്തങ്ങൾ രൂപപ്പെടുന്നു എന്ന് പറയും. ഇത് തന്നെ കൂടുതലായിട്ട് നടക്കുമ്പോൾ, അതായത് വലിയ രീതിയിൽ കാറ്റ് വീശുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അങ്ങനെ കണ്ടിന്യൂസ് സംഭവിക്കുമ്പോഴാണ് എന്താകുന്നത്? ഇതുപോലെ ഗുഹകൾ രൂപപ്പെടാനും കാരണമാകുന്നു എന്ന് പറഞ്ഞു. അത് അപരന പ്രക്രിയയാണ് അപവഹനം. അതായത് കാറ്റിലൂടെ മണൽത്തരികൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയുടെ പേരാണ് അപവഹനം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിനെ ഡിഫ്ലേഷൻ എന്ന് പറയുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു പ്രോസസ്സാണ് അപകർഷണം എന്ന് പറയുന്നത്. അതായത് മണൽത്തരികളെയാണല്ലോ ഇത് വലിച്ചുകൊണ്ട് പോകുന്നത്, മീൻസ് നമ്മുടെ കാറ്റ് വഹിച്ചു കൊണ്ടുപോകുന്ന മണൽത്തരികൾ മറ്റ് ശിലകളിൽ തട്ടി എന്ത് ചെയ്യുന്നു? ഉരസി നീങ്ങുന്നു. അങ്ങനെ ആ ഉരസി നീങ്ങുമ്പോൾ ആ തട്ടുന്ന ശിലയ്ക്ക് എന്ത് സംഭവിക്കുന്നു? തേയ്മാനം സംഭവിക്കുന്നു. അങ്ങനെ ഉണ്ടാകുന്ന അപരദന പ്രക്രിയയുടെ പേരാണ് അപകർഷണം എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? പിന്നെ നമ്മൾ ഈ അപകർഷണം തീവ്രത ഒരു ലിമിറ്റ് വരെ കാണത്തുള്ളൂ. എത്ര ദൂരം വരെ ഈ മണൽത്തരിയെ പൊക്കിക്കൊണ്ട് പോവാമോ അതുവരെ മാത്രമേ എന്ത് കാണത്തുള്ളൂ? ഇതിൻ്റെ ഈ അപകർഷണ തീവ്രത കാണത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ രൂപപ്പെടുന്ന ഒരു ശിലാരൂപമാണ് ഈ പറയുന്നത് എന്ത്? കൂൺ സമാനമായിട്ടുള്ള ഭൂരൂപങ്ങൾ അല്ലെങ്കിൽ കൂൺ ശിലകൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തുവായിരുന്നേ? കാറ്റ് ഈ പറഞ്ഞ മണൽത്തരിയെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടിടുന്നു. നിക്ഷേപണ പ്രക്രിയ നടക്കുന്നുണ്ട്. അങ്ങനെ നിക്ഷേപണ ഭൂരൂപങ്ങളായിട്ടുള്ള കാര്യം ഉള്ളതാണ് എന്ത്? ഈ പറയുന്ന മണൽമേടുകൾ എന്ന് പറയുന്നത്. അതിലൊരു 3, 4, 6 ടൈപ്പ് അല്ലേ? ഏതൊക്കെയാണ്? ബർക്കൻസ് വരുന്നുണ്ട്, ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മണൽമേടുണ്ട്, പിന്നെ പരാബോളിക് മണൽമേടുണ്ട്, സീഫുകളുണ്ട്, അനുദൈർഘ്യ മണൽമേടുണ്ട്, രേഖീയ മണൽമേടുണ്ട്, വിലങ്ങൽ മണൽമേടുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത്